Hello, good morning. Good morning. Good morning, Miss. Good morning. Yes, I'm fine. That's so. And what about you? How are you? Fine, ma'am. Yes. Okay. Okay. Yes. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാലോ? Okay. Once again, good morning to all. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണോ പറഞ്ഞു നിർത്തിയ അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എവിടെ വരെ പറഞ്ഞു നിർത്തി? വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഇനി സോർട്ടിംഗ് ഔട്ട് കാഷ്വാലിറ്റീസ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഈ ജനറൽ കൺസിഡറേഷൻസ് പറഞ്ഞു നിർത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ? ജനറൽ കൺസിഡറേഷൻസ് നമുക്ക് അതിന്റെ തൊട്ട് താഴെയുള്ള അടുത്ത ടോപ്പിക്കാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്തൊക്കെ ജനറൽ കൺസിഡറേഷൻസ് ആണ് വൈ ഡിസാസ്റ്റർ ഒക്കർ? ഒരു ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്ന സമയത്ത് ചില പൊതുവായിട്ട് ചില കരുതലുകൾ നമുക്ക് അത്യാവശ്യമുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആയിരുന്നു ആ ഒരു പാരഗ്രാഫുകളിൽ, കുറച്ച് കുഞ്ഞു കുഞ്ഞു പാരഗ്രാഫുകളായിട്ട് തന്നിരുന്നത്. ഒന്നാമത്തെ കാര്യം പറഞ്ഞിരുന്നത്, അതായത് മെഡിക്കൽ സർവീസസ്, ഹോസ്പിറ്റൽസ് വഴി they are providing medical services, there should be some extension of medical services on a large scale due to the occurrence of a disaster. നിലവില് അവർ നടപടികൾ ഏതൊക്കെ രീതിയിലാണോ ഹോസ്പിറ്റല് സാധാരണഗതിയിൽ ഒരു ഡിസാസ്റ്റർ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് കോമൺലി അവരെങ്ങനെയാണോ അവരുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു ലാർജ് സ്കെയിൽ ബേസിസിൽ ഒരു വൻതോതിലുള്ള ശുശ്രൂഷകൾ കൊടുക്കാൻ പാകത്തിന് അവരുടെ സേവനങ്ങളെ അവരെന്ത് ചെയ്യണം, അവര് പ്രിപ്പയർഡ് ആക്കണം അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഡിസാസ്റ്ററിനെ നമുക്ക് നല്ല രീതിയിൽ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി ഒരു പ്രോപ്പർ സിസ്റ്റം ടു എസ്റ്റാബ്ലിഷ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം അവർ എന്ത് ചെയ്യണം, നേരത്തെ കൂടി എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് ആരാണ് പെട്ടെന്ന് ആക്ട് ചെയ്യേണ്ടത്, അതിനുവേണ്ടി ഒരു പ്രോപ്പർ സിസ്റ്റം, ഒരു സമ്പ്രദായം എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കുറച്ച് പ്രൊഫഷണൽസ്, അതായത് ഈ ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പ്രൊഫഷണൽസിനെ, അതുപോലെയുള്ള ചില യോഗ്യതയുള്ള ചില ആളുകളെ ഹോസ്പിറ്റൽസിൽ തന്നെ ഉള്ള എംപ്ലോയീസിന്ന്, അതുപോലെ സ്റ്റാഫുകൾ, നഴ്സുമാർ, അങ്ങനെയൊക്കെ കുറച്ച് ആളുകളെയൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ റിക്വയർമെന്റ്സ്, ഡിസാസ്റ്റർ റിക്വയർമെന്റ്സുകൾ നമുക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കൂട്ടി അത് അറേഞ്ച് ചെയ്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ റെഡ്യൂസ് or avoid confusions during the time of disaster. ഡിസാസ്റ്റർ കൊണ്ടുണ്ടാകുന്ന പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് അല്ലെ? അതുപോലെ തന്നെ ചില എന്താ പറയാ, നമുക്ക് ഡിസാസ്റ്റർ അലർട്ട് കേൾക്കുമ്പോൾ എന്താ ചെയ്യണ്ടേ എന്നിങ്ങനെ സ്റ്റക്കായി നിന്ന് പോകുന്ന ഒരു അവസ്ഥ ഒഴിവാക്കാൻ പറ്റും. കാരണം ഏതെങ്കിലും രീതിയിലുള്ള ഡിസാസ്റ്റർ അലർട്ട് സൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം പെട്ടെന്ന് വർക്ക് ചെയ്യണം. ഏത് ഡിസാസ്റ്ററിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു സിസ്റ്റമാണ് ആദ്യം തന്നെ ആക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു കുറച്ച് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ കുറച്ച് പ്രൊഫഷണൽസ്, those who have to be active at that time, ആ സമയത്ത് പെട്ടെന്ന് ആക്റ്റീവ് ആകേണ്ട, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ആ ഒരു എന്താ പറയാ എൻട്രൻസിൽ ആ ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് അലേർട്ട് ആയിട്ട് വരേണ്ട കുറച്ച് ആളുകളുടെ പേരുകൾ നമ്മൾ പറഞ്ഞു. മെഡിക്കൽ സൂപ്രണ്ടന്റ്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ,
റെസിഡന്റ് ഫിസിഷ്യൻ, അതായത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറായിട്ട് കഴിഞ്ഞ ഒരാളുകളാണ്. പിന്നെ സർജൻസ്, പിന്നെ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റേഴ്സ്, ദാറ്റ് മീൻസ് നമ്മുടെ ടെലിഫോണൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ. ഇവരൊക്കെ കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ആ ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കണം. ഓക്കെ, ടെലിഫോൺ ഓപ്പറേറ്റേഴ്സ് ഉൾപ്പെടെ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവര് കുറച്ച് കീ പേഴ്സണൽസിനെ, കുറച്ച് ജോലിക്കാരെ എന്താ പറയാ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നിയമിക്കണം. ചില പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകൾ എഫക്റ്റ് ആകണം പെട്ടെന്ന് തന്നെ അല്ലെ. അവിടെ എപ്പോഴും എന്താ പറയാ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ബ്ലഡ് ബാങ്ക്, ലബോറട്ടറീസ്, അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോർ, ആംബുലൻസ് സർവീസസ്, ഇതിനെയൊക്കെ അലേർട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇവർ നിയോഗിക്കുന്ന, തൊട്ടുപോലെ നമ്മൾ കുറച്ച് ആളുകളുടെ പേര് പറഞ്ഞില്ലേ, അവർ നിയോഗിക്കുന്ന ചില പേഴ്സണൽസ്, ചില ജോലിക്കാര് വേഗം തന്നെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ അതിന്റെ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ മാക്സിമം നമ്പർ ഓഫ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ് മാക്സിമം നമ്പർ ഓഫ് സ്റ്റാഫുകൾ ഷുഡ് ബി അറ്റൻഡഡ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ അവിടെ പ്രസന്റ് ആകണം വിതിൻ 15 or 20 minutes ഓഫ് ദ കോൾ. ആ കോള്, അതായത് ഇങ്ങനെ ഡിസാസ്റ്റർ ഉണ്ടായി എന്നുള്ള കോള് ആരിലേക്കൊക്കെ എത്തുന്നോ അവരൊക്കെ എത്രയും പെട്ടെന്ന്, അധിക സമയം കളയാൻ പറ്റില്ല. ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് കഴിയട്ടെ എന്നൊന്നും പറയാൻ പറ്റില്ല. 15 or 20 minutes ഉള്ളില് അവർ ആ ഒരു സ്ഥലത്ത് എത്തിയിരിക്കണം, ഹോസ്പിറ്റലിന്റെ ഏത് മൂലയിലായിരുന്നാലും. ഓക്കെ, ഇതൊക്കെ ജനറൽ ആയിട്ട് പൊതുവായിട്ട് നടത്തേണ്ട ചില കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാഫുകളെ അദ്ദേഹം, അതായത് മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് നിയോഗിക്കുന്ന ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റാഫ് മെമ്പർ, ഇവര് എന്ത് ചെയ്യണം, ഇവര് ഈ പറയുന്ന ട്രീറ്റ്മെന്റ് ഡിസാസ്റ്ററുമായിട്ട് വരുന്ന ആളുകളെ ട്രീറ്റ് ചെയ്യാനും ഇവരെ ഇവാക്യുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ടു മൂവ് ദം ടു ദ സേഫർ പ്ലേസസ് അല്ലെ. എത്രയും ഇവർക്ക് ചിലപ്പോൾ വലിയ അസുഖങ്ങളൊന്നുമില്ല, വലിയ കാര്യമായിട്ട് പരിക്കുകളൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അവർക്ക് പ്രാഥമികമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡും മറ്റുമൊക്കെ കൊടുത്തതിന് ശേഷം സേഫർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അവരെ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ഇവര് ചെയ്യണം. എന്ന് വെച്ചാൽ വേഗം കൊണ്ടുപോകാൻ അവിടെ നിന്ന്, കാരണം അവിടെയൊക്കെ തിക്കും തിരക്കായിരിക്കും അല്ലെ. ആ തിക്കും തിരക്കിലൊന്നും പെടാതെ, അതുകൊണ്ട് ഇനി വീണ്ടും എന്താ പറയാ രോഗങ്ങളുടെ ആധിക്യമൊക്കെ കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ ആര് ചെയ്യേണ്ടത്, മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ഓർ ദ മെമ്പർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫിന്റെ മെമ്പർ, ഇത് ആരായിരിക്കണം നോമിനേറ്റ് ചെയ്യുന്നത്, നമ്മുടെ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് പറയുന്ന ആളാണ്. ആർക്കെങ്കിലും കയറിയിട്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് നേരിട്ടോ അല്ലെങ്കിൽ ആള് നോമിനേറ്റ് ചെയ്യുന്ന ഒരു മെഡിക്കൽ സ്റ്റാഫ്, ആ മെമ്പറിനെ ആയിരിക്കണം ഈ പറയുന്ന ട്രീറ്റ്മെന്റിനും അതുപോലെ ഇവാക്യുവേഷനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടി പ്രയോറിറ്റി അവർക്കാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ആരെ ആദ്യം ശുശ്രൂഷിക്കണം, ആരെ ഇവാക്യുവേറ്റ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ അത് നമ്മൾ പറഞ്ഞു. പിന്നെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് എന്ത് ചെയ്യുന്നു, ഈ നഴ്സിംഗ് സ്റ്റാഫിനെയും അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫിനെയൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്. നിങ്ങൾ ഇന്നത് ചെയ്യണം. അപ്പൊ ഇഷ്ടംപോലെ നഴ്സുമാരുണ്ടായിരിക്കും, പാരാമെഡിക്കൽ സ്റ്റാഫുകളുണ്ടായിരിക്കും. അവരെയൊക്കെ വിളിച്ചിട്ട് ഓരോരോ ഡ്യൂട്ടീസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. അപ്പൊ ഓരോരുത്തർക്കും അവരവരുടേതായ റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ ആ ഒരു സിസ്റ്റം പാക്കഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസാസ്റ്റേഴ്സ് എന്ത് വന്നാലും അതിന് നമുക്ക് എന്താ പറയാ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലെ. അല്ലെങ്കിലാണ് കൺഫ്യൂഷൻസ്, അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം, നമുക്ക് തിക്കും തിരക്കും കൂട്ടുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ ഒരു സിസ്റ്റം ഓക്കെ ആക്കി എല്ലാ ഹോസ്പിറ്റൽസും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നോ കൺഫ്യൂഷൻസ്. അപ്പൊ ഓരോ റെസ്പോൺസിബിലിറ്റി ഓരോ പേഴ്സൺസിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ സ്റ്റാഫുകൾ എല്ലാവരും തന്നെ അവർ കൃത്യമായിട്ട് ഹോസ്പിറ്റൽസിന്റെ പറയുന്ന സമയത്ത് ആ ഒരു സമയത്തിനുള്ളിൽ എത്തിച്ചേരുക. ആൻഡ് ഓൾസോ ചില ആളുകളും ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ക്യാൻ ബി അലോക്കേറ്റഡ് ടു ദ അഡ്മിനിസ്ട്രേറ്റീവ്. ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷനെയും കൂടി നമുക്ക് വേണമെങ്കിൽ ചില ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിക്കാം. അതായത് നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ടുള്ളവര് എന്ത് ചെയ്യാം, അവർക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്താണെന്ന് അറിയാമോ, ഇപ്പൊ വീടുകളിലൊക്കെ ഇപ്പൊ നമുക്കറിയാം നഴ്സിംഗ് കഴിഞ്ഞു, ഇപ്പൊ ലാർജ് നമ്പർ ഓഫ് എന്താ പറയാ കാഷ്വാലിറ്റീസ് വരികയാണെങ്കിൽ, ഒരുപാട് ആളുകളെ ഈ ഹോസ്പിറ്റൽസിൽ ഇതുപോലെ ഒരു ഡിസാസ്റ്ററിൽ പെട്ട് കൊണ്ടുവരാണെങ്കിൽ നമ്മുടെ സ്റ്റാഫ് മെമ്പേഴ്സ് ഹോസ്പിറ്റൽ മേ നോട്ട് ബി സഫീഷ്യന്റ്. എന്താവില്ല, ഇവിടെ ഉള്ള ആൾക്കാരുടെ ആ സ്റ്റാഫുകളുടെ എണ്ണം പോരായ്ക്ക് വരും. അപ്പൊ എന്താണ്, ഇവിടെ നമ്മുടെ വീടുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞവരോ അല്ലെങ്കിൽ ചിലപ്പോ എന്താ പറയാ ഇന്ന് ഓഫ് എടുത്തിരിക്കുന്നവരുണ്ടോ അല്ലെ, നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ഓഫ് എടുത്തിരിക്കുന്നവരോ ഒക്കെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവരെയൊക്കെ വേഗം വിളിച്ച് വിവരം അറിയിച്ചിട്ട് അവരെയും കൂടി കൊണ്ടുവരാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വിഭാഗത്തിലും ഉണ്ട്. ഓക്കെ, അതൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ആർക്കൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് എന്താ പറയാ ഒരു സേഫ് ആക്കാൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്നത്, അവർക്കൊക്കെ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദ മെഡിക്കൽ ഡയറക്ടർ ഓഫ് ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, ഈ ഹോസ്പിറ്റൽസിലെ ഡയറക്ടർ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്
ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണ്? ടു ഡീൽ വിത്ത് ദ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്. അതായത് ഈ ഡിസാസ്റ്ററിൽ പെട്ടു വരുന്ന ആളുകളുടെ റിലേറ്റീവ്സോ അവരുടെ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യുക, അവരെ ഡീൽ ചെയ്യുക, അവർക്ക് വേണ്ട ചോദ്യങ്ങൾക്ക് മറുപടികൾ പറയുക. മരിച്ചിട്ടുണ്ടാവും ചിലപ്പോ, ചിലർ ഇഞ്ചേർഡ് ആയിരിക്കും, എങ്ങനെയാണെങ്കിലും അവരെ ഡീൽ ചെയ്യുക. പബ്ലിക് റിലേഷൻസ്, PR വർക്കുകളില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ഹാൻഡിൽ ചെയ്തോളണം. അതോടൊപ്പം തന്നെ പോലീസുകൾ വരും, അല്ലെ, അവരുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക്. സോ ഓൾ ദീസ് പീപ്പിൾ ഷുഡ് ബി ഹാൻഡിൽഡ് ബൈ ദ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്. അത് അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവരാണ് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാവർക്കും ഡിസാസ്റ്ററിന്റെ സമയത്ത് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിനുവേണ്ടി അലേർട്ടായിട്ട് ഏത് നിമിഷവും ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ ഉണ്ടാകും എന്ന് വിചാരിച്ചു വേണം എന്ത് ചെയ്യാൻ. ഈ പറയുന്ന സിസ്റ്റം നമ്മളെപ്പോഴും വർക്കിംഗ് ആക്കി വെക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഈ ഒരു പാരഗ്രാഫുകളിൽ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഇമ്പോർട്ടന്റ് വേർഡുകളും അതുപോലെ തന്നെ ഫ്രേസുകളും ആണ്. അത് ഓർത്തിരിക്കുക. ആർക്കാണ് ഇന്ന സാധനത്തിന്റെ ഡ്യൂട്ടി, ഇന്നതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, ഒരുപാടുണ്ട് ആ ഒരു പാരഗ്രാഫുകളിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ അണ്ടർലൈൻ ചെയ്തിരുന്നോ? അണ്ടർലൈൻ ചെയ്തോ എല്ലാം? ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ്, അടുത്തതിലേക്ക് പോകാം. സോർട്ടിംഗ് ആണ്. നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള ഡിസാസ്റ്ററുകൾ when it occurs there should be a procedure of sorting the patients. ഈ ഡിസാസ്റ്ററിൽ ഇൻജുവേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ വന്നിട്ടുള്ള അല്ലെങ്കിൽ മാരകമായ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് വന്നിരിക്കുന്ന പേഷ്യൻസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? സോർട്ട് ഔട്ട് ചെയ്യണം. ഇറ്റ്സ് കോൾഡ് ട്രയേജ്. അതിനെയാണ് നമ്മൾ ട്രയേജ് എന്ന് വിളിക്കുക. അപ്പൊ ഈ ഡിസാസ്റ്ററിൽ ഉള്ള ആളുകളെ, കാഷ്വാലിറ്റീസിനെ, അത്യാഹിത വിഭാഗത്തിലുള്ള ആളുകളെ നമുക്ക് ആ ഡിസാസ്റ്റർ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? സോർട്ട് ഔട്ട് ചെയ്യണം. അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ട്രയേജിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ വെൻ ഡിസാസ്റ്റർ ഒക്കർ ഇൻ മാസ് കാഷ്വാലിറ്റി. മാസ് കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ഭീമമായ അളവിൽ അത്യാഹിത വിഭാഗം ഉണ്ടാകുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ട്രീറ്റ്മെന്റ് നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഉള്ള ആ ഒരു മെഡിക്കൽ സിസ്റ്റം വെച്ചിട്ടുള്ള എന്താ പറയാ ട്രീറ്റ്മെന്റ് മേ നോട്ട് ബി സഫീഷ്യന്റ് അല്ലെങ്കിൽ ആഡക്വേറ്റ്, അല്ലെ? അവിടെയുള്ള ആ ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ചികിത്സയൊക്കെ കൊടുക്കാൻ പറ്റില്ല. കാരണം അവിടെയുള്ള സ്റ്റാഫുകളുടെ എണ്ണം, ഒത്തിരി പേഷ്യൻസ് ഒക്കെ ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിലേ ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ മൊത്തം സിസ്റ്റം വർക്ക് ചെയ്താലും ചിലപ്പോൾ ഇവരെയൊക്കെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചികിത്സ കൊടുക്കാൻ പറ്റില്ല. സോ ദാറ്റ് അങ്ങനെ വരുമ്പോ ഫിസിഷ്യൻസ് അല്ലെങ്കിൽ സർജൻസ്, അതായത് ഫിസിഷ്യൻസും അതുപോലെ സർജൻസും ദേ ഹാവ് ടു ഡീൽ വിത്ത് ദാറ്റ് പ്രോബ്ലം. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഡീൽ ചെയ്യണം. അതെങ്ങനെയാ? therefore they have to make decisions. അവര് ആ സമയത്ത് ഇപ്പൊ നമ്മൾ പറയില്ലേ, ഒത്തിരി കാഷ്വാലിറ്റി ഒക്കെ കൊണ്ടുവരുമ്പോ നമ്മൾ സാധാരണ നോർമൽ വർക്കിംഗ് കണ്ടീഷൻസിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അല്ലെ? നമ്മള് OP-യിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, അങ്ങനെ ഓരോ അല്ലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓർഡറിലാണ് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ നോർമൽ സ്റ്റേജസിൽ എന്ത് ചെയ്യാൻ പോകുക. പക്ഷെ ഇൻ കേസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് മാസ് കാഷ്വാലിറ്റീസ്, ഇത്തരം മാസ് കാഷ്വാലിറ്റീസ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ദർ ഇസ് നോ നീഡ് ഓഫ് ഫോളോയിങ് സം റൂൾസ്. ഇത്തരം നിയമങ്ങളൊന്നും അവിടെ നമുക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെ? ചീട്ടെടുക്കട്ടെ, എന്നിട്ട് നിങ്ങളെ നോക്കാം, അല്ലെങ്കിൽ ഡോക്ടർ എന്തോന്ന് നോക്കട്ടെ, ഇതൊന്നും നമുക്ക് അവിടെ നടക്കുന്ന കാര്യമില്ല. അപ്പൊ no longer they have to keep in mind the rules of the medicine. അതായത് ഹോസ്പിറ്റൽസിന്റെ അവിടെ സാധാരണ അവർ നടത്തുന്ന റൂൾസ് എന്താണ്, ഇതൊന്നും ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. They have to take care of the measures to treat the patients. ഇവിടെ കൊണ്ടുവരുന്ന ആ പേഷ്യൻസിനെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം, അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് എന്ത് ചെയ്യേണ്ടത്? സ്വീകരിക്കേണ്ടത്. അതല്ല എങ്കിൽ അന്നേരം നമുക്ക് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലൈഫ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഷ്യന്റ് ആണ്. ആ ആളുടെ ലൈഫാണ് അവിടെ അന്നേരം നമുക്ക് എന്താ പറയുക ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ അവരുടെ ലൈഫിനെ സേവ് ചെയ്യുക, ആ ലൈഫിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, നോട്ട് ദ റൂൾസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ നിയമങ്ങളല്ല എന്ന് മനസ്സിലായോ? അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം, ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക, അവരെ ഇവാക്യുവേറ്റ് ചെയ്യുക, മാറ്റുക, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഹൗ ക്യാൻ വി ഡീൽ വിത്ത് ഇറ്റ്? കാരണം എ ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് ഹാവ് ടു ബി ബ്രോട്ട് ടു ദ ഹോസ്പിറ്റൽ അറ്റ് ദ ടൈം ഓഫ് ഡിസാസ്റ്റർ. കാരണം ഇങ്ങനെ ഇത്രയും ആളുകൾ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഇവര് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കി നിൽക്കും, അല്ലെ? പക്ഷെ നോക്കി നിൽക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ആ സമയത്താണ് നമ്മളുടെ ഈ ട്രയേജ് എന്ന് പറയുന്ന ഒരു കാര്യം, ആ ഒരു കാര്യത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ടാകുക. ദാറ്റ് മീൻസ് ഈ പറയുന്ന സേവനം നമ്മൾ നടത്തേണ്ടത് എങ്ങനെയാണ്? ട്രയേജ് മൂലമാണ്, അല്ലെങ്കിൽ ട്രയേജിനാണ് നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടത്. വാട്ട് ഈസ് മീൻ ബൈ ട്രയേജ്? നമ്മൾ പറഞ്ഞു ഇറ്റ്സ് ടു സോർട്ട് ഔട്ട്, അല്ലെ? ഫ്രഞ്ച് വേർഡ് ആണ്. ഫ്രഞ്ച് വേർഡിന്റെ മീനിങ് ഇതാണ്, ടു സോർട്ട് ഔട്ട്. സോർട്ട് ഔട്ട് ചെയ്യുക, തരംതിരിക്കുക. എങ്ങനെ തരംതിരിക്കും? എങ്ങനെ തരംതിരിക്കേണ്ടത്? ഇനി തരംതിരിക്കേണ്ടതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസുകൾ പറയാം.
നോക്കാം. ഫിസിഷ്യൻസ് ആൻഡ് ഇൻ പർട്ടിക്കുലർ സർജൻസ്. ഇൻ പർട്ടിക്കുലർ ഒന്നും വേണ്ട. ഫിസിഷ്യൻസ് ആൻഡ് സർജൻസ് ക്യാൻ ബി ഫേസ്ഡ് വിത്ത് ഇൻസൂപ്പറബിൾ പ്രോബ്ലംസ് ആൻഡ് മസ്റ്റ് therefore make decisions that are generally no longer keeping in with the rules. അത്ര മതി റൂൾസ്. അന്നേരം ഫിസിഷ്യൻസും സർജൻസും ഒക്കെ പെട്ടെന്ന് ഓടി വന്നോളണം. അവിടെ അന്നേരം ഹോസ്പിറ്റൽസിന്റെ എന്താ പറയാ അവിടുത്തെ സാധാരണഗതിയിലുള്ള റൂൾസ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞേക്കണേ. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. വിത്ത് ദ റൂൾസ് വരെ മതി. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? യെസ്. അടുത്ത പാരഗ്രാഫിലാണ് ട്രയേജ് എന്ന് പറയുന്ന വേർഡ്. ഇറ്റ്സ് ദ മീനിങ്, ഫ്രഞ്ച് വേർഡ് മീനിങ് ടു സോർട്ട് ഔട്ട്. അത് a sentence. The word triage comes from French word meaning to sort out. ആ സെന്റൻസ് മനസ്സിലായി ചെയ്യാം. ബാക്കിയൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നതാണ്. അതായത് ഹോസ്പിറ്റൽസിൽ കൊണ്ടുവരുന്ന ഈ മാസ് കാഷ്വാലിറ്റീസിനെ നമുക്ക് ട്രയേജ് ചെയ്യാതെ ചികിത്സിക്കാൻ പറ്റില്ല. എല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും കൊണ്ടുവരുന്നിരിക്കുന്നത്. ഓരോ ആളുകൾക്കും അവരവരുടെ അപകടത്തിൽപ്പെട്ട അവരുടെ റിലേറ്റീവ്സ് ഒക്കെ ആരെങ്കിലും ബാക്കി ജീവനോടെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്രാധാന്യം അവരവരുടെ കൊണ്ടുവരുന്ന ആൾക്കാരെ തന്നെയാണ്, അല്ലെ? എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരുടെ ജീവനെയാണ് എനിക്ക് വരുന്നത്. അതുപോലെ ഓരോരുത്തർക്കും. അപ്പൊ ഇതൊക്കെ കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഹൗ ടു ട്രീറ്റ്, എങ്ങനെ ഇവരെ ട്രീറ്റ് ചെയ്യും എന്നുള്ളത്. ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലാണ് നമുക്ക് ട്രയേജ് എന്ന് പറയുന്ന ഒരു കാര്യം ഹാൻഡിൽ ചെയ്യേണ്ടത്. ആ ഒരു രീതിക്ക് പേഷ്യൻസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ ട്രയേജ് അറ്റ് സൈറ്റ് ഓഫ് ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സ്ഥലത്തും ട്രയേജ് നടത്തുന്നുണ്ട്. ഈ കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കാം, കാരണം നമുക്ക് അതിന്റെ ബാക്കി പറയാം. ദാറ്റ് മീൻസ് ട്രയേജ് ഷുഡ് ബി ഡൺ അറ്റ് ദ ടൈം ഓഫ് ദ ഡിസാസ്റ്റർ വേർ ഇറ്റ് ഒക്കർ. എവിടെയാണോ ഡിസാസ്റ്റർ ഉണ്ടായേ ആ സമയത്ത് അവിടെ വെച്ച് ട്രയേജ് നടത്തുന്നുണ്ട്. ഇനി കൂടാതെ ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുവരുമ്പോഴും ഒരു ട്രയേജ് നടത്തുന്നുണ്ട്. മനസ്സിലായോ? ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കഴിയുമ്പോഴും ഒരു ട്രയേജ് നടത്തുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് രീതിയിലും ഉണ്ടെന്നൊന്ന് ആലോചിച്ച് മനസ്സിൽ വെച്ചേക്കാം. കാരണം ഇതിന്റെ താഴെ അത് വരുന്നുണ്ട്. അന്നേരം നമ്മള് അയ്യോ നേരത്തെ ട്രയേജ് പറഞ്ഞല്ലോ, പിന്നെ എന്താ ഇനിയും ട്രയേജ് വന്നേന്ന് നിങ്ങളൊന്ന് ചിലപ്പോ ആലോചിച്ച് വെക്കാം. അപ്പൊ ഒന്ന് മനസ്സിലാക്കിക്കോളുക. ട്രയേജ് അറ്റ് ദ സ്റ്റേജ് ഓഫ് അല്ലെങ്കിൽ അറ്റ് ദ പ്ലേസ് ഓഫ് ഡിസാസ്റ്റർ ഉണ്ട്, ട്രയേജ് അറ്റ് ദ ഹോസ്പിറ്റലും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, ഒരു ദുരന്തം ഉണ്ടായിരുന്ന സ്ഥലത്ത് ട്രയേജ് നടത്തുന്നത് എങ്ങനെയാണ്. നമുക്കറിയാം there will be a lot of casualties. ഒരുപാട് അത്യാഹിത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അന്നേരം അവിടെ ഉണ്ടാകും, അല്ലെ? നല്ല ഹ്യൂജ് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടായവരും അതുപോലെ തന്നെ അതിന് വലിയ കുഴപ്പമില്ലാത്ത ഇഞ്ചുറീസ്, ഇനി തീരെ പ്രശ്നമൊന്നുമില്ല, വല്ല ചെറിയ കുഞ്ഞു കുഞ്ഞു മുറിവുകളോ ഒക്കെ ആയിട്ടുള്ളവരും, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ടായിരിക്കും. സോ ദാറ്റ് ബേസിസ് ഓഫ് പ്രയോറിറ്റീസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഈസ് ടു ബി ഗിവൺ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവർക്ക് ആർക്കാണ് ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കണ്ടേ എന്നുള്ളത്, ആർക്കാണ് എന്താ പറയാ മുൻഗണന കൊടുക്കേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് എന്നിട്ട് ഇനി ബാക്കി ഇനി വലിയ പെട്ടെന്നൊന്നും ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിലും മാറ്റി എവിടെയെങ്കിലും സേഫർ പൊസിഷനിലേക്ക് മാറ്റേണ്ടവരാരാണ്. ഓൾ ദീസ് പ്രൊസീജിയേഴ്സ് ഹാവ് ടു ബി ഡൺ. അതൊക്കെ നമ്മൾ ട്രയേജ് എവിടെ ആ ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് ആദ്യം തന്നെ നടത്തണമെന്നാണ് പറയുന്നത്. അതൊക്കെ പണ്ടേ തുടങ്ങിയുള്ളതാ. 18th സെഞ്ചുറി തുടങ്ങി ഇതെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിത് പഠിക്കാൻ വേണ്ടി ഇപ്പൊ ഇത്രയും വിശദമായിട്ട് അറിയുന്നത് മാത്രമാണ്. പക്ഷെ ഹോസ്പിറ്റൽസ് ഡു ദിസ്, ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഇത്തരം നിയമങ്ങളൊക്കെ. അതായത് പണ്ട് തുടങ്ങി 18th സെഞ്ചുറി തുടങ്ങി തന്നെ ആളുകൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഹോസ്പിറ്റൽസ് ആർ ഫോളോയിങ് സച്ച് തിങ്സ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ അവർ ഫോളോ ചെയ്ത് തന്നെയാണ് ട്രയേജുകളൊക്കെ നടത്തുന്നത്. വിച്ച് പേഷ്യന്റ് ഓർ വിച്ച് എന്താ പറയാ പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ ടു ഹൂം, ആർക്ക് എന്ത് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ ഇവര് ആദ്യം തന്നെ സോർട്ട് ഔട്ട് ചെയ്യും. അതാണ് ട്രയേജ് ആദ്യം നടക്കുക അറ്റ് ദ ടൈം ഓഫ് ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ടുള്ള ട്രയേജ് ആണ് ഇപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് പർപ്പസ് അത് ചില ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. അതായത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പേഷ്യൻസിന് ഇങ്ങനെ ട്രയേജ് ചെയ്യാൻ പറ്റുക, സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചില ഗൈഡ് ലൈൻസ് ഓൾറെഡി മെഡിക്കൽ എന്താ പറയാ അവർക്ക് അറിയാം. അതായത് ഹോസ്പിറ്റൽസിന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലൊക്കെ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ അക്കോർഡിംഗ് ടു ദാറ്റ് അതനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കണോ ഇവാക്യുവേറ്റ് ചെയ്യണോ എന്നുള്ള രീതിയിൽ അറ്റ് ദ പ്ലേസ് ഓഫ് ഡിസാസ്റ്ററിൽ 3 കാറ്റഗറീസ് ആയിട്ട് ട്രയേജിനെ ഇങ്ങനെ നമുക്ക് ഇതിനെ സോർട്ട് ചെയ്തിട്ടുണ്ട്. 3 കാറ്റഗറീസ് ആണ്. കാറ്റഗറി നമ്പർ 1, കാറ്റഗറി 2 ആൻഡ് കാറ്റഗറി 3. ഈ 3 കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കാറ്റഗറി ദാറ്റ് ഈസ് ദ ഇമ്മീഡിയറ്റ് ഓർ അർജന്റ് ട്രീറ്റ്മെന്റ്. എത്രയും പെട്ടെന്ന് 1 മിനിറ്റോ അല്ലെങ്കിൽ സെക്കൻഡോ പോലും വൈകാതെ ട്രീറ്റ്മെന്റ് കിട്ടേണ്ട വിഭാഗം.
എന്ന് വെച്ചാൽ കുറച്ച് സീരിയസ്ലി ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉള്ളവര്. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു ഡിസാസ്റ്റർ നടക്കുമ്പോൾ ഏകദേശം ഒരു 20% വലിയ വലിയ ഡിസാസ്റ്റേഴ്സ് നടക്കുമ്പോൾ 20% ഓഫ് ദ പീപ്പിൾ ആളുകളൊക്കെ ഇപ്പൊ ഒരു 100 പേരുണ്ടായിരുന്നു, അതിൽ 20 പേർക്കൊക്കെ ഒരു ഭയങ്കരമായ ഒരു ഇഞ്ചുറി, സീരിയസ് ഇഞ്ചുറീസ് ഉണ്ടായവരായിരിക്കാം. 100 പേരാണെങ്കിൽ കേട്ടോ. അപ്പൊ 20% ഏകദേശം ആ ഒരു വിഭാഗത്തിൽ വരാൻ സാധ്യതകളുണ്ട്. അപ്രോക്സിമേറ്റ്ലി ആണ് കേട്ടോ, ഫുൾ കറക്റ്റ് കണക്കല്ല. അയ്യോ 100 പേരുണ്ടായിട്ട് 20 പേർക്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രശ്നമില്ലല്ലോ, 10 പേരല്ലേ പോയുള്ളൂ, ഞങ്ങൾ അങ്ങനെയല്ലല്ലോ പഠിച്ചേക്കണം, അങ്ങനെയല്ല. അപ്രോക്സിമേറ്റ് ഒരു ഇതാണ്. ഒരു നേരത്തെ പണ്ടൊക്കെ നടന്നിട്ടുള്ള ഒക്കെ ചെയ്തിട്ടുള്ള ഡിസാസ്റ്ററുകളെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെയുള്ള ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കി വെച്ചേക്കണേ. മനസ്സിലായോ? എങ്ങനെ ഗൈഡ് ലൈൻസ് വരിക? പല കാര്യങ്ങൾക്ക് ഗൈഡ് എങ്ങനെ വരിക? നമ്മൾ പറയില്ലേ മാത്സിൽ ഒക്കെ ഓരോ ഇക്വേഷൻസ് ഫോർമുലാസ് ഉണ്ട്, നമുക്ക് അത് അപ്ലൈ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. ഇത് എവിടെന്നാ വന്നത്? ഇത് ആരെങ്കിലും ഒക്കെ കഷ്ടപ്പെട്ട് ഇന്ന കാര്യം എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഫോർമുലാസ് ഉണ്ടാക്കി വെച്ചേക്കണം അല്ലെ. അതുകൊണ്ട് നമ്മൾ ആ ഫോർമുല അങ്ങോട്ട് അപ്ലൈ ചെയ്ത് ആ സാധനത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അങ്ങനെയല്ല മാത്സിലൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ പണ്ട് ഒത്തിരി നാളുകൾക്ക് മുമ്പൊക്കെ നടന്നിരിക്കുന്ന ഡിസാസ്റ്റേഴ്സിന്റെ പഠനങ്ങൾ നടത്തി ആ പഠനങ്ങൾക്ക് നിന്ന് അവർ മനസ്സിലാക്കിയെടുത്തതാണ് ഏകദേശം 20% ഓഫ് ദ പീപ്പിൾ those who are എന്താ പറയാ ഈ ഒക്കർ ചെയ്തിരിക്കുന്ന ഡിസാസ്റ്ററിൽ പെട്ടിട്ട് അവർക്ക് കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് വരുന്നവരാണ്. ഒരു ഏകദേശ കണക്കാണ് കേട്ടോ. അത് അത്തരം വിഭാഗത്തെ നമ്മൾ കാറ്റഗറി നമ്പർ 1 ഇടുന്നു. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്താണ്? ഡിലേഡ് ട്രീറ്റ്മെന്റ്. കുറച്ച് വൈകിയായാലും കുഴപ്പമില്ല, ഏറ്റവും അധികം കൊണ്ടുവേണ്ടവരാണ് അപ്പൊ ആദ്യത്തെ കാറ്റഗറി പെട്ടവര്. ഏറ്റവും അധികം ഹോസ്പിറ്റൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടവര്, ട്രാൻസ്ഫർ ചെയ്യേണ്ടവരാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ വരിക. സെക്കൻഡ് കാറ്റഗറിയിൽ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. ദാറ്റ് മീൻസ് ഏകദേശം ഒരു 40% സെക്കൻഡ് പ്രയോറിറ്റി ആണ് അവർക്ക്. മറ്റവരെ കൊണ്ടുപോയി ഇനി സമയമുണ്ട്, അല്ലെങ്കിൽ അവിടെ തിക്കും തിരക്കൊന്നും ഹോസ്പിറ്റൽസിലേക്ക് വന്നിട്ടില്ല, അതുകൂടെ കഴിഞ്ഞ് ഒരിച്ചിരി കൂടി വൈകിയാലും കുഴപ്പമില്ല, ഇവർക്ക് വലിയ പ്രശ്നമില്ലാത്തവരാണ് എന്നുള്ളവരാണ് കാറ്റഗറി നമ്പർ 2 വരാം. കുറച്ച് ഡിലേഡ് ട്രീറ്റ്മെന്റ് കിട്ടേണ്ടവരാണ് ഇതില് കാറ്റഗറി നമ്പർ 2 വരാം. 40% ആണ് ഏകദേശം കണക്ക് പ്രകാരം. എന്ന് വെച്ചാൽ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ആ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ഏകദേശം ഒരു 40% വരാൻ സാധ്യതയുണ്ട് എന്നാണ്. ഓക്കെ. ആൻഡ് തേർഡ് കാറ്റഗറി മീൻസ് മിനിമൽ ട്രീറ്റ്മെന്റ് ആണ്. ഒരു കുഞ്ഞ് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്താൽ മതി. ചിലപ്പോൾ ചെറിയ മുറിവുകളാകാം, അങ്ങനെയൊക്കെ. അതിവിടെ താഴെ പറയുന്നുണ്ട്, ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ആയിട്ട് പറയുന്നുണ്ട്. സോ അപ്പൊ ഒരു ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്ന സമയത്ത് ട്രയേജ് നടത്തുന്നത് ഈ ഒരു രീതിയിലാണ്. ഏതൊക്കെയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? കാറ്റഗറി നമ്പർ 1, 2 and 3. ഫസ്റ്റ് കാറ്റഗറിയിൽ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടവര്, സെക്കൻഡ് കാറ്റഗറിയിൽ ഡിലേഡ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടവര്, തേർഡ് കാറ്റഗറിയിൽ മിനിമൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നവര്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊന്ന് ടിക്കറ്റ് വെച്ചേക്കാം 3 അത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 20% ആണ് ഫസ്റ്റ് കാറ്റഗറിയിൽ ഡിസാസ്റ്ററിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് വരാൻ സാധ്യതയുള്ളത്. സാധ്യത ഏകദേശം പോസിബിലിറ്റീസ് ആണ്, അല്ലാതെ കറക്റ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻസ് ഒന്നും അല്ല. ഇത് പഠനങ്ങളിൽ നിന്നും കണ്ടെത്തിയതാണ്. അതാണ് നമ്മളോട് ഗൈഡ് ലൈൻ ആയിട്ട് അവർ ഉപയോഗിക്കാൻ പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? കാറ്റഗറീസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ക്ലിയർ ആയോ? ഓക്കെ, അതൊന്ന് ടിക്കറ്റ് വെച്ചേക്കാം. ഇനി ഇതിനെ കുറിച്ച് വിശദമായ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇനി ഏതൊക്കെ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനൊക്കെയാണ് ഈ കാറ്റഗറീസ് ആയിട്ട് ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ തന്നിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് കാറ്റഗറി നോക്കിയേ, നമ്മൾ പറഞ്ഞു എക്സ്പീരിയൻസ് ഹാസ് ഷോൺ. നോക്കി നിങ്ങൾ അവിടെ സെന്റൻസ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? എക്സ്പീരിയൻസ് ഹാസ് ഷോൺ ദാറ്റ് about 20% of the casualties require immediate life saving treatment. അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ പെട്ടെന്ന് ഏകദേശം 10-20% ആളുകൾക്ക് അങ്ങനെയുള്ള ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കിട്ടേണ്ട വിഭാഗം ഇത്തരം എന്താ പറയാ ഡിസാസ്റ്റേഴ്സിൽ ഉണ്ട് എന്ന് എക്സ്പീരിയൻസ് പറയുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? ദുരന്തത്തിലകപ്പെട്ടവരല്ല പറയുന്നത്, ഇതിനെ കുറിച്ച് പഠനങ്ങൾ നടത്തും. ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു, നമ്മളുടെ എന്താ പറയാ ഫ്ലഡ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ നമുക്കറിയാം ഒത്തിരി നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രോപ്പർട്ടീസിനും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ. വലിയ വില കൂടിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ആളുകളുടെ ഒത്തിരി പ്രോപ്പർട്ടീസ് ഒക്കെ നശിച്ചുപോയി. കാരണം 3 ദിവസമൊക്കെ വെള്ളത്തിനടിയിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ കിടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നശിക്കാൻ പിന്നെ വേറെ ഒന്നും വേണ്ട അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി വേറെയും ഒരുപാട് നമ്മൾ ഒത്തിരി വിലയൊക്കെ കൊടുത്ത് വാങ്ങിച്ചിട്ടിരിക്കുന്ന ആളുകളുടെ വീടുകളിലൊക്കെ കുറെ സെറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും നമുക്കൊന്ന് ഷിഫ്റ്റ് ചെയ്ത് വെക്കാനുള്ള സമയം പോലും നമുക്ക് കിട്ടിയില്ല. കാരണം ഇത്രയധികം വെള്ളം വരുന്ന
ആരും വിചാരിച്ചിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് വെള്ളമൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് കൂടുമ്പോൾ കുറെ സ്റ്റുഡൻസ് അവിടെ തൊടുന്നൊക്കെ പല എന്താ പറയാ കോളേജുകളിൽ നിന്നൊക്കെ വിടുന്നതോ ഒക്കെ ആയിരിക്കാം. ഒരു പ്രോജക്റ്റിന്റെ കൂടി ഭാഗമായിട്ട് അവർ വന്നു ഇതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടൊക്കെ എഴുതി തയ്യാറാക്കാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് കൂടിയായിട്ട്. അപ്പൊ ഇതൊക്കെ ഇവര് നമ്മളോട് ചോദിക്കുക എവിടെ വരെ വെള്ളം വന്നു, എന്തൊക്കെ നശിച്ചു, അത് ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എവിടെയായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ നമ്മളിൽ നിന്ന് കുറെ കാര്യങ്ങൾ അവര് ശേഖരിക്കും, ഇൻഫോർമേഷൻസ് അവര് ഡാറ്റാസ് കളക്ട് ചെയ്യും. എന്നിട്ട് ഇതൊക്കെ പിന്നീട് എവിടെയെങ്കിലും ഒക്കെ ഇനി ഇതൊക്കെ ആയിട്ട് വരും, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ പഠിക്കാനായിട്ട് വരും. അപ്പൊ പഠനങ്ങളാണ്, ഈ പഠനങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ വലിയ ലൈഫിനൊന്നും വലിയ ആളുകൾ അധികം പേര് ഫ്ലഡിൽ പെട്ട് മരിച്ചൊന്നും പോയില്ല, പക്ഷെ അവരുടെ പ്രോപ്പർട്ടീസ് ആണ് കൂടുതൽ നശിച്ചത്. വീട് നഷ്ടപ്പെട്ടു, വീട്ടിലിഞ്ഞു പോയി, അത്രയധികം എന്താ പറയാ വലിയ എന്താ പറയാ പഴക്കമുള്ള വീടുകളൊക്കെ ഉണ്ടായിരുന്നത് മാത്രമേ പോയുള്ളൂ, ഇങ്ങനെയുള്ളതൊക്കെ. അപ്പൊ ഇതുപോലെ ഡിസാസ്റ്ററിനെ കുറിച്ചിട്ടുള്ള അനുഭവങ്ങളല്ല, അനുഭവങ്ങൾ പഠിച്ചവരാണ്, ഇതിനെ കുറിച്ചൊക്കെ പഠിച്ച് വ്യക്തത നേടിയവര് അവര് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ 3 കാറ്റഗറീസ് ആയിട്ട് ഒരു ഡിസാസ്റ്ററിൽ ഉണ്ടാകുന്ന പേഷ്യൻസിനെ ആളുകളെ നമ്മൾ തരംതിരിക്കണം. അത് കാറ്റഗറി നമ്പർ 1, 2, 3 എന്നൊക്കെ. അപ്പൊ എക്സ്പീരിയൻസിന്റെ ബേസിസിലാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. ഇനി ആ പറയുന്ന കാറ്റഗറിയിൽ ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ ഈ ഫസ്റ്റ് കാറ്റഗറി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതായത് ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, നമ്മുടെ ശ്വാസ സംബന്ധമായ നമുക്ക് ജീവൻ നിലനിർത്താൻ ഏറ്റവും വേണ്ടതാണ് ശ്വാസം എടുക്കുന്നത്. അതിന്റെ ആ ഒരു എന്താ പറയാ സിസ്റ്റത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഭയങ്കര ഒബ്സ്ട്രക്ഷൻ, ഭയങ്കര ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ടുള്ളവര്. പിന്നെ ന്യൂമോതൊറാക്സ് ഓർ ഹ്യൂമോതൊറാക്സ്. ഈ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലങ്സിൽ നിന്നുള്ള എയർ ലീക്ക് ചെയ്യാണ് ചെസ്റ്റ് വാളിന്റെയും ലങ്സിന്റെയും ഇടയിലേക്ക്. ആ ഒരു അസുഖം അതാണ് കേട്ടോ. അതായത് എയർ ഇങ്ങനെ ലീക്ക് ചെയ്ത് ലങ്സിന്റെയും ചെസ്റ്റ് വാളിന്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അവിടേക്ക് ഇങ്ങനെ വായു ഇങ്ങനെ ലീക്ക് ചെയ്ത് പോകും. ഓക്കെ, അങ്ങനെ ലീക്കേജ് ഒന്നും വരാൻ പാടില്ല. അപ്പൊ അതൊക്കെ ഇത്തരം എന്തെങ്കിലും തരത്തിലുള്ള വലിയ സാധനങ്ങളൊക്കെ വന്ന് ഇങ്ങനെ വീണിട്ട് അതുകൊണ്ടുണ്ടാകുന്ന ബ്രേക്കേജ്, ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസ് ബ്രേക്ക് ചെയ്തിട്ട് അങ്ങനെ പോകുന്നതായിരിക്കും എയർ ഒക്കെ. അപ്പൊ അത്തരം കണ്ടീഷൻസ് ഇതൊക്കെ എന്താ പറയാ ഈ പറയുന്ന കാറ്റഗറിയിലാണ് പെടുത്തുക. ചില എക്സാമ്പിൾസ് അവർ തന്നേക്കാണ്. ഇത്തരം അതായത് നമ്മൾ ശ്വാസം എടുക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, അത്രയും എന്താ പറയാ ഡിസാസ്റ്ററിൽ എന്തെങ്കിലും വലിയ ഒബ്ജക്റ്റ് ഒക്കെ വന്നിട്ട് നെഞ്ചിലോ ഒക്കെ വീണിട്ട് അതിന് ശ്വാസം എടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന അത്തരം പേഷ്യൻസിനെയൊക്കെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ പെടുത്താം എന്നാണ്. ദാറ്റ് മീൻസ് ദേ ഷുഡ് ബി റിമൂവ്ഡ് അറ്റ് ദ ഷോർട്ടസ്റ്റ് ടൈം പോസിബിൾ. ഏറ്റവും ചെറിയ സമയത്തിനുള്ളിൽ തന്നെ അവര് എന്ത് ചെയ്തോളണം, ഹോസ്പിറ്റൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളണം എന്നാണ് പറഞ്ഞത്. പിന്നെന്താ ഹൈപ്പോവോൾമിക് ഷോക്ക് ഉണ്ട്. ഹൈപ്പോവോൾമിക് ഷോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളുടെ ഈ എന്താ പറയാ ലങ്സിനകത്ത് എയർ അല്ലെങ്കിൽ വാട്ടർ ഇതിന്റെയൊക്കെ കണ്ടന്റ്, ഓക്സിജന്റെ ഒക്കെ അളവ്, ബ്ലഡിന്റെ ഒക്കെ അളവ് കുറയുന്ന ഒരു അവസ്ഥ. പെട്ടെന്ന് ചിലപ്പോ എന്താ പറയാ ബ്ലഡ് ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് ബ്ലീഡ് ചെയ്ത് കുറെ പോയതിന്റെ ഫലമായിട്ട് ബ്ലഡിന്റെ ഒരു കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് വെള്ളത്തിന്റെ കുറവ് കൊണ്ടോ അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പോവോൾമിക് ഷോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ്, വലിയ സീരിയസ് കാണുമ്പോൾ അറിയാലോ എത്രയും വലിയ ഇഞ്ചുറി ആണെന്ന്. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ കെട്ടിടമൊക്കെ ഇടിഞ്ഞു വീഴുമ്പോൾ അതിനകത്ത് കൂടി വരുന്ന മറ്റൊരു കാര്യം കൂടിയാണ്, അഡീഷണൽ ഒരു ലോസ് കൂടിയാണ്, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ കൂടിയാണ് ഈ തീപിടുത്തം, അല്ലെ? തീ കൂടിയും എന്താ പറയാ ചിലപ്പോ പൊട്ടിപ്പുറപ്പെടും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ബേൺസ്, അതിൽ നിന്ന് പൊള്ളലേറ്റുണ്ടാവും. അപ്പൊ ഫേഷ്യൽ ബേൺസ്, അത് നമ്മളുടെ അപ്പർ, അതായത് നമ്മളുടെ ഈ റെസ്പിറേറ്ററി ട്രാക്ടിലേക്ക് തന്നെ തീപിടുത്തം, നെഞ്ചിലൊക്കെ തീ പിടിക്കുക, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഇഞ്ചുറീസ് എല്ലാം തന്നെ ഈ ഒരു ഫസ്റ്റ് കാറ്റഗറിയിലേക്ക് പെടുത്തി ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് ഒട്ടും സമയം കളയാതെ ട്രീറ്റ്മെന്റിന് വേണ്ടി വിടേണ്ട വിഭാഗമാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. ആ ഫസ്റ്റ് കാറ്റഗറിയാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? അതിനകത്ത് വന്നിരിക്കുന്ന എന്താ പറയാ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന എന്താ പറയാ ഏതൊക്കെയാണ് ചില രോഗങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ്, പിന്നെ ഹൈപ്പോവോൾമിക് ഷോക്ക്, പിന്നെ സീരിയസ് ഇഞ്ചുറീസ്. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാട്ടാ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ആ 20% കാര്യം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കാറ്റഗറിയിലാണ് 20% ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതിവിടെ എടുത്ത് വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ആ പാരഗ്രാഫിലും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളവിടെ ടിക്ക് ചെയ്തുകൊണ്ട് മറക്കരുത്, അത് നോട്ട് ചെയ്ത് വെച്ചോളണം. ഓക്കെ,
അപ്പൊ ഈ എന്താ പറയാ നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തുണ്ടാകുന്ന ചില വലിയ സീരിയസ് ഇഞ്ചുറീസ് ആയിരിക്കണം എത്രയും പെട്ടെന്ന് കൊണ്ടുപോകേണ്ടത്. കാരണം അവിടെയാണ് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അവിടെ ബേൺ സംഭവിക്കും അല്ലെ. ഇപ്പൊ പുരുഷന്മാരൊക്കെ ആണെങ്കിലും ഒത്തിരി എന്താ പറയുക ഇതുപോലൊക്കെ പെട്ട് കഴിയുമ്പോൾ ഇട്ടിരിക്കുന്ന ഉടുപ്പുകൾ തന്നെ മതി നമുക്ക്. ഇട്ടിരിക്കുന്ന ഉടുപ്പിലൊക്കെ തീ പിടിച്ച ചില ഉടുപ്പുകളൊക്കെ പെട്ടെന്ന് തീ പിടിച്ചിട്ട് അത് ശരീരത്തിൽ നിന്ന് പോകാത്ത രീതിയിലുള്ളത് ഉണ്ടാവുമല്ലോ, കോട്ടനല്ല അല്ലാത്ത രീതിയിലൊക്കെ അവിടെ തന്നെ സ്കിന്നോട് ചേർന്ന് നിൽക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ചൂട് മുഴുവനും അത് നമ്മളുടെ എവിടേക്കാ പോവുക, നമ്മുടെ ഉള്ളിലേക്കാണ്, അത് നമ്മുടെ ഹാർട്ടിലേക്കും മറ്റു ലങ്സിലേക്കും ഒക്കെയാണ് അതിന്റെ ചൂട് പെട്ടെന്ന് തട്ടുക. അതുപോലെ ചൂട് തട്ടുന്നതിന്റെ ഫലമായിട്ടും ആൾക്ക് ശ്വാസം എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് അറ്റ് ഷോർട്ടസ്റ്റ് ടൈം പോസിബിൾ എന്ന് പറഞ്ഞ സമയത്തിനുള്ളിൽ ഹോസ്പിറ്റൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ്. ആൻഡ് സെക്കൻഡ് കാറ്റഗറി, രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞു ഈ ഒരു ഡിലേഡ് ട്രീറ്റ്മെന്റ് കിട്ടിയാൽ മതി. അതായത് കുറച്ചുകൂടി സമയം കുഴപ്പമില്ല, അവർക്ക് എന്താ പറയാ അവർക്ക് കുറച്ചും കൂടി സമയം താമസിച്ചാലും 40%, അതും പഠനങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. ഡിലേഡ് ട്രീറ്റ്മെന്റ് കിട്ടിയാൽ മതി, അവർക്ക് ഒരു 40% കാഷ്വാലിറ്റീസ് ആണ്. അങ്ങനെയുള്ള വിഭാഗത്തിലുള്ള ആൾക്കാർ ഏകദേശം ഒരു 40% ആളുകളുടെ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, എന്താ പറയാ അക്യൂട്ട് ആയിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസോ അല്ലെങ്കിൽ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും അവർക്കില്ല. സോ ദാറ്റ് ദേ ക്യാൻ ബി ട്രീറ്റഡ് ഫ്രം ദ നെക്സ്റ്റ് 6 to 8 hours. തൊട്ടടുത്ത 6-8 മണിക്കൂർ ഇച്ചിരി വൈകിയാലും 6-8 മണിക്കൂർ വൈകിട്ടായാലും അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രിഫറൻസ് അപ്പോ കാറ്റഗറി 1-നാണ്. അവരെ ആദ്യം തന്നെ എത്രയും പെട്ടെന്ന് നിയറസ്റ്റ് ഹോസ്പിറ്റൽസിലേക്കോ, ചിലപ്പോൾ ആ നിയറസ്റ്റ് ഹോസ്പിറ്റൽസിൽ എല്ലാ ഫെസിലിറ്റീസും ഉള്ള വലിയ ഹോസ്പിറ്റലൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ വലിയ ചെറിയ ഹോസ്പിറ്റലായിരിക്കും ഏറ്റവും അടുത്തുള്ളത്. അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ചിലപ്പോ കുറച്ചുകൂടി ദൂരെയുള്ള ഹോസ്പിറ്റൽസിൽ അത്തരം ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ സെക്കൻഡ് കാറ്റഗറിയിലുള്ള ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സമയം എടുക്കും. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അവർക്ക് വലിയ പ്രശ്നമില്ല, ബുദ്ധിമുട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കണം. ഈ കാറ്റഗറിയിൽ കൂടുതലുമായിട്ട് വരുന്നത് പേഷ്യൻസ് ദോസ് ഹു ആർ സഫറിംഗ് ഫ്രം ഫ്രാക്ചേഴ്സ്, എല്ലോ അല്ലെങ്കിൽ കാലൊടിയുക, കൈയൊടിയുക, അല്ലെങ്കിൽ എല്ല് പൊട്ടുക. ഓക്കെ, പിന്നെ അബ്ഡോമനാണ്, നെഞ്ചിന്റെ ഭാഗത്തല്ല, താഴേക്കാണ് അബ്ഡോമൻ, നമ്മുടെ സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഭാഗത്ത്. അതുപോലെ തന്നെ യൂറോജെനിറ്റൽ ട്രാക്ട് ഒക്കെ, അതായത് നമ്മുടെ യൂറിനറി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് ഒക്കെയാണ്. പിന്നെ സ്കള്ള്, പിന്നെ ബ്രെയിൻ, പിന്നെ സെക്കൻഡ് ഡിഗ്രി ബേൺ ആണ്. സെക്കൻഡ് ഡിഗ്രി, ഫസ്റ്റ് ഡിഗ്രി നമ്മൾ ആദ്യത്തേൽ പറഞ്ഞു ഫേഷ്യൽ ആയിട്ടുള്ള ബേൺസ് ഒക്കെ മുഖത്ത്, അതുപോലെ തന്നെ നമ്മളുടെ റെസ്പിറേറ്ററി ഭാഗത്തുള്ള തീപിടുത്തങ്ങളൊക്കെ അവിടെയൊക്കെ പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് കാറ്റഗറിയിലാണ്. ഇവിടെ നമ്മൾ പറയുന്നത് നമ്മളുടെ എന്താ പറയാ സെക്കൻഡ് ഡിഗ്രി ബേണിംഗ് ആണ്. ദാറ്റ് മീൻസ് 20 or 30% ഓഫ് ദ ബോഡി, നമ്മുടെ ശരീരത്തിന്റെ ഏകദേശം 20 to 30% എന്താ പറയാ ഒരു പൊള്ളൽ മാത്രമേ ഏറ്റിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്ര ഏകദേശം ഒക്കെ ഉള്ള ആളുകളെയാണ് നമ്മൾ സെക്കൻഡ് കാറ്റഗറിയിൽ പെടുത്തുക. സെക്കൻഡ് കാറ്റഗറിയിൽ നമുക്ക് കുറച്ച് ഡിലേഡ് ട്രീറ്റ്മെന്റ് മതി, അത് ഏകദേശം ഒരു 6 to 8 hours വരെ ഡിലേ ചെയ്യാം. പിന്നെ ഈ പറയുന്ന കാറ്റഗറിയിലുള്ള രോഗം എന്ന് ഓർക്കുക കേട്ടോ, ഇഞ്ചുറീസ് ടു ദ അബ്ഡോമൻ, നമ്മുടെ വയറിലേക്ക് വരുന്നത്. പിന്നെ ഡിസ്ലൊക്കേഷൻ, ഫ്രാക്ചേഴ്സ്. ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ കുഴ തെറ്റുക, അങ്ങനത്തെ ഒക്കെ ഇല്ലേ, അങ്ങനത്തെ, അതായത് വലിയ പ്രശ്നമില്ല, അതൊക്കെ നമുക്ക് തിരിച്ചിടാവുന്നതൊക്കെ ഉള്ളൂ, വലിയ പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സെക്കൻഡ് കാറ്റഗറിയിലുള്ള ആളുകള് മേ ബി കുറച്ച് കഴിയുമ്പോൾ മേ ബി അപ്ഗ്രേഡ് ടു ദ കാറ്റഗറി നമ്പർ 1. ചിലപ്പോൾ ഇവരുടെ ഈ ഉള്ള രോഗം നമുക്ക് കാണുമ്പോൾ പ്രതീക്ഷ കാണുമ്പോൾ ചിലപ്പോൾ കുഴപ്പമില്ല, കുറച്ച് ഡിലേ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ അധികം ചിലപ്പോൾ ചില ആളുകൾ ഇതിന് താമസിക്കാതെ ഈ കാറ്റഗറി നമ്പർ 1-ലേക്ക് മാറ്റേണ്ടവരും വരാം. എന്ന് വെച്ചാൽ ഈ രോഗം തന്നെ ചിലപ്പോൾ അവർക്ക് ഭയങ്കര ഭീതി കൊടുത്തു, അല്ലെങ്കിൽ ഇവർക്ക് ഈ രോഗം വന്നിട്ട് ഇങ്ങനെ ഒരു ആക്സിഡന്റ് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇല്ല അവരുടെ പേടി കൊണ്ടോ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ചിലപ്പോൾ അവർക്ക് ഒത്തിരി സീരിയസ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകാൻ സാധ്യത, കാറ്റഗറി നമ്പർ 1-ലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതാണ് ആ സെന്റൻസ് അടുത്ത കുറ്റി പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. കാഷ്വാലിറ്റീസ് may require upgradation to category number 1 or some category number 1 casualties may necessitate to ഡൗൺഗ്രേഡിങ്, ചിലപ്പോൾ മുകളിലേക്ക് ഇച്ചിരി കൂടി പെട്ടെന്ന് തന്നെ വീണ്ടും അവരുടെ രോഗം ഇപ്പൊ നേരത്തെ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ആള് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആകെ പ്രശ്നമായി, പെട്ടെന്ന് തന്നെ മാറ്റണം, അങ്ങനെയൊന്നും ആകാം. എനിക്ക് കുഴപ്പമില്ല, എന്നേക്കാളും ഇനിയും എനിക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അടുത്ത കാറ്റഗറിയിലേക്ക് മാറ്റേണ്ടവരും വരാം. ഏതില് സെക്കൻഡ് കാറ്റഗറിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ അതുകൂടി നോക്കിയിട്ടൊക്കെ എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യാം. ചിലപ്പോ ചില ആൾക്കാർ ഇരിക്കുമ്പോ കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞപ്പോ ആളുടെ സിറ്റുവേഷൻ ആകെ മാറി, കുറച്ചുകൂടി സീരിയസ് ആയി, പ്രശ്നം ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഒരു കാറ്റഗറി 1-ലേക്ക് ആക്കി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. അതേസമയം
ഇനി സെക്കൻഡ് കാറ്റഗറിനെ കൊണ്ടുപോകുന്ന സമയമായി. പക്ഷെ ആൾക്ക് വലിയ പ്രശ്നമില്ല. ഇനി കാറ്റഗറി 2-ല് ഒത്തിരി തിക്കും നിരക്കൊക്കെ ഉണ്ട്, കുഴപ്പമില്ലായിരിക്കും. അടുത്ത കാറ്റഗറിയിൽ പെട്ടാലും മതി. ആ ആളെ വേണമെങ്കിൽ നമുക്ക് അവരെ അങ്ങോട്ടേക്ക് മാറ്റാം, തേർഡ് കാറ്റഗറിയിലേക്ക്. അങ്ങനെ മാറ്റാൻ ഡൗൺഗ്രേഡ് ചെയ്യാം, ചിലപ്പോൾ അപ്ഗ്രേഡും ചെയ്യാം, പേഷ്യൻസിന്റെ സ്ഥിതി മാറുന്നതനുസരിച്ച്. അതാണ് ആ സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? സെക്കൻഡ് കാറ്റഗറി മനസ്സിലായോ? ഓക്കെ. സെക്കൻഡ് കാറ്റഗറിയിൽ ഡിലേഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന സെന്റൻസ് തുടങ്ങി 40% ഓഫ് കാഷ്വാലിറ്റീസ് എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്യാം. ഇനി അടുത്ത സെന്റൻസും ഉണ്ട്. their lives എന്ന് തുടങ്ങി മതി കേട്ടാ. their lives are no longer in acute danger so that an operation can be performed with the next 6 to 8 hours. ഈ their lives എന്നുള്ളത് കാറ്റഗറി 2 അവിടുത്തെ ലൈഫ്സ് ആണ് കേട്ടോ. കാറ്റഗറി 2. ഇൻ കാറ്റഗറി 2 എന്ന് വേണമെങ്കിൽ നമുക്ക് അതിന് മുമ്പിൽ ചേർക്കണം their lives പകരം ഇൻ കാറ്റഗറി 2 lives are no longer in acute danger. വേണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവിടെ എഴുതി വെച്ചോ. ഇൻ കാറ്റഗറി 2 their എന്നുള്ള വേർഡ് മാറ്റി ഇൻ കാറ്റഗറി 2 lives are not longer in acute danger. വലിയ കുഴപ്പമൊന്നുമില്ല, സീരിയസ് ആയിട്ടുള്ള ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്നും അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളവർക്ക് അവരുടെ രോഗത്തിന് അല്ലെങ്കിൽ അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ 6-8 മണിക്കൂർ കഴിഞ്ഞ ട്രീറ്റ്മെന്റ് കിട്ടിയാലും കുഴപ്പമില്ല എന്നാണ്. ഓക്കെ. ഇനി ആ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ചില അവസ്ഥകൾ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. This category includes casualties suffering from fractures and dislocation, injuries to the abdomen and thorax, urogenital tract and the skull or brain. അവിടെ വരെ കേട്ടാ, ബ്രെയിൻ വരെ. അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗം. ഓക്കെ. ഇനി നമ്മൾ തരംതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ അവസ്ഥയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ചിലപ്പോ എന്താ പറയാ സീരിയസ് ആകാം, ചിലപ്പോ കുറച്ചുകൂടി എന്താ പറയാ കുറച്ചുകൂടി താഴ്ന്ന അവസ്ഥയിലേക്ക് പോകാം. ആള് ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല, നടത്തൊക്കെ അല്ലെങ്കിൽ ഇരുന്നോ നടത്തൊക്കെ അവിടെ കഴിച്ചു കൂട്ടാം എന്നുള്ള ആളാണെങ്കിൽ അങ്ങനെ തേർഡ് കാറ്റഗറിയിലേക്ക് മാറ്റാം എന്നാണ് അടുത്ത പാരഗ്രാഫ് പറഞ്ഞേക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഓഫീസർ ആരാണോ ഈ ട്രയൽ ചെക്ക് നടത്തുന്ന ആളുകൾ അവരതിന് വേണ്ടിയിട്ട് അപ്പൊ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇവരുടെ അവസ്ഥയിൽ മോശം അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ, ഇംപ്രൂവ്ഡ് ആകുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് നോക്കണം നല്ലതാണ്. ഓഫീസർ ദോസ് ഹു ആർ റെസ്പോൺസിബിൾ ഫോർ ട്രയൽ ചെയ്യുന്ന ആളുകള് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഏതെങ്കിലും പേഷ്യൻസിന്റെ സെക്കൻഡ് കാറ്റഗറിയിൽ പെടുത്തുന്ന ആളുകൾ എന്തെങ്കിലും അവരുടെ എന്താ പറയാ അവസ്ഥ കുറെ കൂടി സീരിയസ് വേഴ്സ് സിറ്റുവേഷൻസിലേക്ക് പോകുന്നുണ്ടോ എന്നും അതല്ല അവർ കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആകുന്നുണ്ടോ എന്നും ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതങ്ങനെ മാറ്റാൻ പറ്റും അവരെ. ഓക്കെ. Then and the last third category എന്ന് പറയുന്നത് മിനിമം ട്രീറ്റ്മെന്റ് ആണ്. ഇവിടെയും പറഞ്ഞു നമ്മൾ ഏകദേശം ഒരു 40% ഓഫ് ദ കാഷ്വാലിറ്റീസ് ഇൻക്ലൂഡ് ഇൻ ദിസ് കാറ്റഗറി. ഈ കാറ്റഗറിയിലാണ് 40% കാഷ്വാലിറ്റീസ് വരിക. ഇവിടെ നമുക്ക് എന്ന് പറയുന്നത് എന്താ പറയാ വേണമെങ്കിൽ കുറച്ച് ഡോക്ടേഴ്സിനെ ആ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ട് അവർക്ക് വേണമെങ്കിൽ ഫസ്റ്റ് എയ്ഡോ മറ്റു കാര്യങ്ങളൊക്കെ ചെറിയ മുറിവൊക്കെ അല്ലേ സ്ലൈറ്റ് മുണ്ടൊക്കെ ഉള്ളൂ, അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ അവിടെ തന്നെ കൊടുത്ത് നമുക്ക് അവർക്ക് ചികിത്സ വേണമെങ്കിൽ കൊടുക്കാം. അതല്ല കുറച്ച് മൈനർ വൂൺസ് ഒക്കെ ആണെങ്കിൽ പിന്നെ ചെറിയ എല്ലുപൊട്ടല് അങ്ങനെയൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ അവരെ ലാസ്റ്റ് ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തതിന് ശേഷം ലാസ്റ്റ് മാത്രം അവർക്ക് എന്ത് ചെയ്താൽ മതി, അവർക്ക് ഹോസ്പിറ്റലിലേക്ക് പോണം എന്നുണ്ടെങ്കിൽ കൊണ്ടുപോയാൽ മതി മെഡിക്കൽ ട്രീറ്റ്മെന്റ്. അതർവൈസ് അവരെന്ത് ചെയ്യാൻ പെട്ടെന്ന് അവരെ ഇവാക്യുവേറ്റ് ചെയ്യാം. ഓക്കെ. വേറെ ഒരു സ്ഥലത്തേക്ക് ചിലപ്പോ ഈ പറയുന്ന സിറ്റുവേഷനിലും ഇഫ് ഇറ്റ് ഇംപ്രൂവ്സ് വൺസ് കാഷ്വാലിറ്റീസ് ഇൻ കാറ്റഗറി 1 ചിലപ്പോ അത് കാറ്റഗറി 1 പോകാം, ചിലപ്പോ കാറ്റഗറി 2 ഇവരിലും ചിലപ്പോ എന്തെങ്കിലും അവസ്ഥകൾ മാറ്റം വരാം. അതെന്താ കാരണം? നമ്മൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ പറയുന്ന ഇങ്ങനെ ദുരന്തമൊക്കെ കാണുമ്പോഴേ ചില ആളുകൾക്ക് അവരുടെ സിറ്റുവേഷൻ വേഴ്സന്റ് ആകും അല്ലെ, മോശമാകും. എന്ന് വെച്ചാൽ കാണുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ആഘാതത്തിൽ ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ അവരുടെ ചെറിയ മുറിവാണെങ്കിൽ കൂടി അത് അവർ കൂടുതൽ ടെൻഷൻ കൊടുക്കുകയും പാനിക് ആവുകയും ചിലപ്പോൾ സിറ്റുവേഷൻ വളരെ മോശമാവുകയും ചെയ്യും. അപ്പൊ ചിലപ്പോൾ അവരെയും ഈ പറഞ്ഞ പോലെ കാറ്റഗറി 1 2 ഒക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ട സാധ്യതകൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇതാണ് കാറ്റഗറി നമ്പർ 3. മനസ്സിലായോ? കാറ്റഗറി 3 മനസ്സിലായോ? യെസ്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. മിനിമം ട്രീറ്റ്മെന്റ് കാറ്റഗറി 3 ഈസ് റിക്വയർഡ് ബൈ അബൌട്ട് 40% ഓഫ് കാഷ്വാലിറ്റീസ്. ഇനി ഈ കാഷ്വാലിറ്റീസ് അതായത് മിനിമം ട്രീറ്റ്മെന്റിൽ വരുന്നതാണ് 4 കാഷ്വാലിറ്റീസ് സഫറിംഗ് ഫ്രം മൈനർ വൂൺസ്,
fractures of small bones, sprains and second degree burns. കേട്ടോ, അതായത് ഏകദേശം ബോഡിയുടെ ഒരു 20% പൊള്ളലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് കൊടുക്കുക, അത് മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഉളുക്കൂല്ലേ നമ്മുടെ കാലുകളൊക്കെ നടക്കുമ്പോ എങ്ങനെയെങ്കിലും ഉളുക്കൊക്കെ വരില്ലേ, അതാണ് സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ ഉളുക്കുന്നാണ് അർത്ഥം. കേട്ടോ, ഉളുക്കുന്നത്. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. 20% ഓഫ് ദ ബോഡി വരെ, 20% ഓഫ് ദ ബോഡി വരെ ഫോർ കാഷ്വാലിറ്റീസ് എന്ന് പറഞ്ഞത് തേർഡ് കാറ്റഗറിയിൽ അണ്ടർലൈൻ ചെയ്തോ? സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ ഭാഗം. ഇനി ഇൻ സം എക്സെപ്ഷണൽ കേസസ്, ഇനി ഇതിലൊന്നും പെടാതെ ചിലപ്പോഴൊക്കെ നമുക്ക് എന്താ പറയാ എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഇത് ഈ 3 കാറ്റഗറിയിൽ പെടാതെ നമ്മളുടെ ഈ കാഷ്വാലിറ്റി നമ്മൾ നോക്കിയല്ലോ, കാറ്റഗറി 1ഉം 2ഉം 3 ഒക്കെ നമ്മൾ പറഞ്ഞു. ഇതിൽ കൂടാതെ ചില എക്സെപ്ഷണൽ കേസസും വരാറുണ്ട്, വിച്ച് ഈസ് അസൈൻഡ് ടു കാറ്റഗറി നമ്പർ 4. ഈ പറയുന്ന ആളുകള് വിഭാഗത്തിലെ നമ്മൾ കാറ്റഗറി നമ്പർ 4ലാണ് ഇട്ടിരിക്കുന്നത്. അതായത് അവർക്ക് എന്താ പറയാ ട്രീറ്റ്മെന്റ് കൊടുക്കണോ വേണ്ടേ എന്നുള്ള സംശയത്തിലാണ്. കാരണം ഇവിടെ ഒരുപാട് ആളുകള് കാറ്റഗറി 1ഉം 2ഉം ഒക്കെ 3ഉം ഒക്കെ നമ്മൾ തിരിച്ചു. അപ്പൊ ഈ 1 എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരുപാട് ആളുകളെ നമുക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും എന്ന് ഉറപ്പുള്ളവരാണ് കാറ്റഗറി നമ്പർ 1ൽ വരുന്നത്. അതായത് അവർക്ക് ആ ഒരു ചികിത്സ, വേണ്ട ചികിത്സ കൃത്യ ടൈമിൽ കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ സേവ് ദെയർ ലൈഫ്. അവരുടെ ലൈഫ് എന്താ പറയാ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും. അതേസമയം കാറ്റഗറി നമ്പർ 4ല് അതായത് ഇൻക്ലൂഡ് പീപ്പിൾ ദോസ് ഹു ആർ ഡൈയിങ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് വി കനോട്ട് ഡു എനിത്തിങ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് ദർ ഈസ് നോ ചാൻസ് ഓഫ് സർവൈവൽ. അവർക്ക് എന്താ പറയാ തിരിച്ചു ജീവനിലേക്ക് വരാൻ യാതൊരു ചാൻസും ഇല്ല. നമ്മൾ എന്തൊക്കെ ചെയ്യാമെന്ന് ഇനി വിചാരിച്ചാലും അവിടെ ചാൻസ് ഇല്ല. ദാറ്റ് മീൻസ് അവരെയാണ് നമ്മൾ ഇതിലേക്ക് മാറ്റേണ്ടത്, കാറ്റഗറി നമ്പർ 4. അപ്പൊ നമ്മള് ഇവരെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അയ്യോ ഇവർക്ക് ലൈഫ് എന്താ പറയാ തിരിച്ചു പിടിക്കേണ്ടതല്ലേ? ശരിയാണ്, ഏത് ആളുകളുടെയും ജീവൻ ഒരു ഇച്ചിരിയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചു പിടിക്കേണ്ടത് തന്നെയാണ്. ഒരു ഇച്ചിരി ഉണ്ടെങ്കിലും, 1% അനക്കമോ ജീവന്റെ ശ്വാസമോ ഉള്ള ആളുകളെ അത് തിരിച്ച് അവരുടെ ജീവനിലേക്ക് കൊണ്ടുവരാൻ എല്ലാവർക്കും ഉണ്ട് ആഗ്രഹം. പക്ഷേ എങ്കിലും അവിടെ അതിനേക്കാൾ ഉപരി ഫസ്റ്റ് കാറ്റഗറിയിൽ പെട്ടിരിക്കുന്ന ആളുകള് കാഷ്വാലിറ്റീസ് അവർക്ക് എന്താ പറയാ ആവശ്യമായ ചികിത്സ ഇപ്പൊ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അപ്പൊ തന്നെ അവരുടെ ലൈഫിനെ തിരിച്ചു കിട്ടും. ഇത് നമുക്ക് ചാൻസ് എന്ന് പറയാനേ പറ്റുള്ളൂ, പോസിബിലിറ്റി ഉള്ളൂ, നമുക്ക് ഉറപ്പൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള അവരെ നമ്മൾ കൊണ്ടുപോകുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അപ്പൊ ഇറ്റ്സ് ടൈം കൺസ്യൂമിങ്. അവരെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട്, എടുത്തുകൊണ്ട് പോകാൻ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ അതൊരു ടൈം കൺസ്യൂമിങ് ടാസ്ക് ആണ്. അതൊരു വെറുതെ സമയം പാഴാക്കുന്ന ഒരു രീതിയാണ്. ആ സമയം കൊണ്ട് വി ക്യാൻ ഷിഫ്റ്റ് ദ കാറ്റഗറി നമ്പർ 1 പേഷ്യൻസ് ടു ദ ഹോസ്പിറ്റൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവരെ മരണത്തിൽ രക്ഷപ്പെടുത്തി 1ാമത്തെ കാറ്റഗറിയിലുള്ള ആളുകളെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ ഇവരെ നോക്കണ്ടെന്നാണോ? അല്ല, അവരുടെ പെയിൻസ് കൺട്രോൾ ചെയ്യാനോ മറ്റു കാര്യങ്ങളോ ഒക്കെ കൊടുത്ത് അവരെ ശുശ്രൂഷിച്ച് അവരെ വെറുതെ നിർത്താമെന്ന് മാത്രം. ഏത് കാറ്റഗറി നമ്പർ 4 എന്ന് പറയുന്നത്. അപ്പോ കാറ്റഗറിയിലേക്ക് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ, ട്രയേജ് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഒരു എക്സെപ്ഷണൽ കേസസിൽ മാത്രമാണ് കാറ്റഗറി നമ്പർ 4 വരുന്നത്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം. അല്ലാന്നുണ്ടെങ്കിൽ 1, 2, 3 ഒക്കെ മതി. ചിലതിനകത്ത് എന്തായാലും ഉണ്ടാവുമല്ലോ വലിയ വലിയ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ഒരു എന്താ പറയാ ദുഃഖ വാർത്തയാണ്. നമ്മൾക്കറിയാം, പ്ലെയിൻ എന്താ പറയാ ഹോസ്റ്റലിന്റെ ഉള്ളിലേക്ക് പിടിച്ചു കയറിയത് അല്ലെ. അവിടെ എന്താ പറയാ ഒത്തിരി ആളുകൾ മരിക്കുകയാണ് ചെയ്തത്. അതിൽ നിന്ന് ഇനി രക്ഷപ്പെടുത്തിയാലും ഒരുപാട് അത് കെട്ടിടമിടിഞ്ഞു, അതുപോലെ തന്നെ തീപിടുത്തം ഉണ്ടായി, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ഇത് നമുക്ക് ഇവാക്യുവേറ്റ് ചെയ്താലും എന്താ പറയാ അതിനകത്ത് എത്ര ആളുകളുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതില് ഇതില്ല അല്ലെ. അപ്പൊ അങ്ങനെ വന്നു ഇപ്പൊ എല്ലാവരും തന്നെ മരണത്തിലാ പോയത്. അത് അത്ഭുതകരമോ എന്തോ ആളുടെ ലൈഫിന്റെ ഒരു എന്താ പറയാ ഒരു ഡ്യൂറേഷനോ എന്തൊക്കെ ആവാം, അതുകൊണ്ട് ആള് മാത്രം രക്ഷപ്പെട്ടു. കാറ്റഗറി നമ്പർ 4ലും എന്നിട്ടാകാം ചില ഒക്കേഷൻസിൽ ഇതുപോലുള്ള കാറ്റഗറി നമ്പർ 4 എന്ന് വെച്ചാൽ ഒട്ടും തന്നെ ആളുകളെ ഇവരെ കൊണ്ടുപോയിട്ട് ഒരു നിവൃത്തിയും ഇല്ല. അതായത് നമ്മൾ വെറുതെ സമയം കളഞ്ഞ് അവരെ നോക്കി അവരെ ശുശ്രൂഷിച്ച് സമയം കളയുന്നത് മാത്രമാണ് മിച്ചം, അല്ലാതെ വേറെ ഒരു ഉപകാരവും ഇല്ല. അവർ മരിക്കും, എന്തായാലും ഒരു മരണം എന്ന് പറയുന്നത് അവരുടെ മുമ്പിലാണ് എന്നുള്ളവരെ ആ സമയത്ത് നമ്മൾ കാറ്റഗറി നമ്പർ 4ൽ പെടുത്തുന്നു. പകരം അതിനു മുമ്പ് ഇനി ഇവരെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് സമയമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ആളുകളെല്ലാം ഹോസ്പിറ്റൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സമയമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അപ്പോഴും ഇവിടെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ലൈഫിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പൊ അങ്ങനെ എക്സെപ്ഷണൽ കേസ് പറയുന്നുണ്ട്. അപ്പൊ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇൻ സർട്ടൻ എക്സെപ്ഷണൽ കേസസ് എ ഡിസാസ്റ്റർ ഇൻവോൾവിംഗ് മാസ് കാഷ്വാലിറ്റീസ് ഈസ് വൺ സച്ച് എക്സെപ്ഷൻ. സം പേഷ്യൻസ് വിൽ ഹാവ് ടു ബി അസൈൻഡ് ടു കാറ്റഗറി 4. ചില പേഷ്യൻസ് നമ്മൾ കാറ്റഗറി 4ലേക്ക് പെടുത്തണം. ഇത് ഈ കാറ്റഗറി എന്ന് വെച്ചാൽ കാറ്റഗറി 4 എന്നാണ്. ദിസ് കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മൾ കാറ്റഗറി 4 അവിടെ ഇടണം. ദിസ് കാറ്റഗറി 4 will include the dying or the injured with no chance of survival. അതുകൂടി അണ്ടർലൈൻ ചെയ്യണം. സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണേ. ഇനി ഹു ക്യാൻ ഡു ദ ട്രയേജ് പ്രോസസ്? ആരായിരിക്കും ഈ ട്രയേജ് പ്രോസസ്സുകളൊക്കെ ചെയ്യാം? അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ആരാണോ പെട്ടെന്ന് ഇങ്ങനെ പറയാ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരാര്, ഇനി മരിക്കാൻ കിടക്കുന്നവരാര്, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സ, ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്നൊന്നും എല്ലാവർക്കും ഒന്നും പറ്റില്ല. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക് ആൻഡ് ഓൺലി സം ഇൻട്രസ്റ്റഡ് ഹൈലി പ്രൊഫഷണൽ ഓർ എക്സ്പീരിയൻസ്ഡ് ഫിസിഷ്യൻ ഓർ സർജൻ ഇവർക്കൊക്കെ പറ്റുള്ളൂ. അതായത് ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യനോ സർജനോ ആ ഒരു പ്രൊസീജിയർ നടത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ആരെയാണ് നമുക്ക് തിരിച്ച് ജീവൻ പിടിക്കാൻ പറ്റുക, അല്ലെ, തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റാത്തവരാണ്, ഇതൊക്കെ അറിയാനുള്ള കഴിവ് അവർക്കാണുള്ളത്. അല്ലാതെ സാധാരണക്കാരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രയേജ് ഒന്നും നടത്താനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പൊ അത് ഓർക്കുക. അപ്പൊ that means the physicians and surgeons can make decisions. അവർക്ക് അവരുടെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ആൻഡ് ഓൾസോ അവർക്ക് അറിവും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ ആ ഒരു അറിവും അതോടൊപ്പം തന്നെ കുറച്ച് ധൈര്യം കൂടി വേണം. ഇത്തരം സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാനൊക്കെ അവർക്കേ പറ്റുള്ളൂ. അപ്പൊ ഫിസിഷ്യൻസ് ഓർ സർജൻസ്, കാരണം അവരൊക്കെ ഒരുപാട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്ത് സർജറീസ് ഒക്കെ നടത്തിയേക്കണവരല്ലേ. സോ അവർക്കത് എഫിഷ്യന്റ് ആയിട്ടും വളരെ നല്ല രീതിയിലും അറിവോടുകൂടി അവർക്കത് ആ ട്രയേജ് ചെയ്യാനായിട്ട് പറ്റും. സോ അവരാണ് അതിന് വേണ്ടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളെന്നാണ് ആൾക്കാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. The triage process represents most important and difficult task and can only be entrusted to a highly experienced physician or surgeon. അവിടെ വരെ മതി, സർജൻ വരെ മതി കേട്ടോ. ഇതൊന്നും വേണ്ട, ട്രയേജ് പ്രോസസ് എന്ന് പറയുന്നത് തുടങ്ങി മതി. ഓക്കെ, ഇനി ഈ എന്താ പറയാ ഈ ഫിസിഷ്യൻസ് അല്ലെങ്കിൽ സർജൻസ് വന്നിട്ട് കാഷ്വാലിറ്റീനൊക്കെ എങ്ങനെ നോക്കും, ആരൊക്കെയാണ് ആദ്യം കൊണ്ടുപോട്ടെ. അപ്പൊ അവര് എടുക്കുന്ന ഡിസിഷൻസ് ഇറ്റ് മേ നോട്ട് ബി ഫൈനൽ, അല്ലെ, അത് ഫൈനൽ ഡിസിഷൻ അല്ല. കുറെ ഇടയ്ക്കിടയ്ക്ക് ഈച്ച് ആൻഡ് എവറി സ്റ്റേജില് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് എന്താ പറയാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി അവരെ ഇവാക്യുവേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റുന്ന സമയത്തൊക്കെ ഇവരെ പരിശോധിച്ചുകൊണ്ടിരിക്കണം, നോക്കണം. ഈ പറഞ്ഞത് അതായത് ഇവരുടെ സിറ്റുവേഷൻ ഇനി ഇപ്പൊ ചിലപ്പോ കാറ്റഗറി 1 കിടക്കുന്ന ആളുകൾ വീണ്ടും അവരുടെ സിറ്റുവേഷൻ കൂടുതൽ വേഴ്സ്റ്റ് സിറ്റുവേഷനിലേക്ക് പോകും, അല്ലെ. അപ്പൊ അത് പോകുന്നുണ്ടോ? സെക്കൻഡ് കാറ്റഗറിയിലുള്ളവരുടെ രോഗത്തിന് മൂർച്ച കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ അവര് എന്താ പറയാ കൺവിക്ഷൻ മീൻസ് എന്ന് വെച്ചാൽ അവരുടെ എന്താ പറയാ ധൈര്യം, അതായത് അവരുടെ ധീരത, അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പൊ അവര് ആ ധൈര്യത്തോടെ അത് ഫേസ് ചെയ്യും. അതാണ് ഉണ്ടെങ്കിൽ അവരുടെ അനുഭവങ്ങൾ കൊണ്ട്, അവരുടെ എന്താ പറയാ പറയില്ലേ, ഉള്ളിലുള്ള അറിവ്, ജ്ഞാനം, ഇതൊക്കെ കൊണ്ടിട്ട് ധൈര്യത്തോടെ നമുക്ക് അവരതിനെ ഫേസ് ചെയ്യും. ആരും ഫിസിഷ്യൻസും സർജൻസും. ഓക്കെ, ഇനി അപ്പൊ ഈ പോകുന്ന സമയത്തൊക്കെ ഹോസ്പിറ്റലിലേക്കുള്ള വെയിലാണെങ്കിലും അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് അവരുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആളുടെ സ്റ്റേജ് എങ്ങനെയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് അതൊരു റിപ്പീറ്റഡ് പ്രൊലോങ്ഡ് പ്രൊസീജിയർ ആണ്. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ ചിലപ്പോൾ പോകുന്ന വഴിക്ക് വെച്ചിട്ട് പകുതി എത്തുമ്പോൾ ചിലപ്പോൾ ആളുടെ സിറ്റുവേഷൻ കുറച്ചുകൂടി മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേജ് ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ നോക്കണം. ചിലപ്പോ പേഷ്യന്റ് ആദ്യത്തെ സ്റ്റേജിൽ when we have seen them there may be in some hopeless condition. ചിലപ്പോ അവര് ആദ്യം കാണുന്ന സമയത്ത് ഭയങ്കര ഒരു പ്രതീക്ഷയില്ലാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ കണ്ടേന്ന് വയ്ക്കുക. പക്ഷെ ചിലപ്പോ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിന് റിക്കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതേസമയം ഭയങ്കര അർജന്റ് ട്രീറ്റ്മെന്റ് വേണ്ടി വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്നും കുഴപ്പമില്ല. ചില ആളുകൾ അതില് മരിച്ചിട്ടുണ്ടായിരിക്കും, മരിക്കാൻ എന്താ പറയാ മരണത്തോടും അടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ട്രീറ്റ്മെന്റ് കുറച്ച് വൈകാനും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ വിചാരിച്ചു ഇരുന്നു. പക്ഷെ ആളുടെ സിറ്റുവേഷൻ കുറച്ചു കഴിയുമ്പോൾ മാറി. അതൊക്കെ ഇടയ്ക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ ഏത് സ്റ്റേജിലും എന്ത് ചെയ്യണം, നമ്മളുടെ ഈ ട്രയേജ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഇവരെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അത് റിപ്പീറ്റ് ചെയ്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്.
ഓക്കെ, ഇനി കൂടുതൽ സ്റ്റാഫും അതുപോലെ തന്നെ എന്താ പറയാ ഡോക്ടേഴ്സും ഒക്കെ അത്തരം സമയത്തൊക്കെ ഹോസ്പിറ്റൽസിന്റെ കാഷ്വാലിറ്റിയിൽ വേണം. ബിക്കോസ് ദർ വിൽ ബി സം ഇൻഫ്ലക്സ് ഓഫ് കാഷ്വാലിറ്റീസ്. ഇൻഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കരമായ ഒഴുക്ക്, എന്തിന്റെ അത്യാഹിത വിഭാഗത്തിലേക്കുള്ള ഒഴുക്ക് കൂടുതലാകുമ്പോൾ മോർ ഡോക്ടേഴ്സ്, മോർ സ്റ്റാഫ് അല്ലെ, സഹായിക്കാനൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ അവരെയും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഓൾസോ ദേ ഷുഡ് ഹാവ് സം ആഡക്വേറ്റ് സപ്ലൈസ്, വേണ്ട ഉപകരണങ്ങൾ, അതുപോലെ തന്നെ അവരുടെ കയ്യിലുള്ള ഉപകരണങ്ങളൊക്കെ ഇല്ലെങ്കിൽ അത് എവിടത്തൊക്കെ കിട്ടുക അതൊക്കെ. പിന്നെ മാത്രമല്ല ഈ കാഷ്വാലിറ്റിന്ന് വി ആർ ഇവാക്യുവേറ്റിംഗ് സം പേഷ്യൻസ് അല്ലെ, ചില ആൾക്കാരൊക്കെ മാറ്റുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ ഇറ്റ് വിൽ വേഴ്സൺ ദ സിറ്റുവേഷൻ, അല്ലെങ്കിൽ സിറ്റുവേഷനെ കൂടുതൽ മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അതായത് ചികിത്സ ഒക്കെ കൊടുത്തു കഴിഞ്ഞവരൊക്കെ പെട്ടെന്ന് അവിടെ മാറ്റി എവിടെയെങ്കിലും പാർപ്പിക്കുക. അപ്പൊ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. എവിടേക്കൊക്കെ പാർപ്പിക്കും, എന്തൊക്കെ ചെയ്യണം, എവിടേക്ക് ഇവാക്യുവേറ്റ് ചെയ്യാന്നൊക്കെ. ഓക്കെ, അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ. A patient initially seen, ആ സെന്റൻസ് ആണ്. A patient initially seen in a hopeless condition may recover, while another initially requiring urgent treatment may have deteriorated and be near death. ഇപ്പോൾ നേരത്തെ കണ്ട ചിലപ്പോ ചില ഹോപ്പ്ലെസ് കണ്ടീഷനിൽ കൊണ്ടുവന്ന പേഷ്യൻസ് ചിലപ്പോൾ റിക്കവർ ആയിട്ടുണ്ടാകാം. എന്നാൽ അർജന്റ് ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞവര് ചിലപ്പോ മരിച്ചിട്ടുണ്ടാകാം, ആളുടെ സ്ഥിതി ഒത്തിരി മോശമായിട്ടുണ്ടാകാം. അതാണ് പറഞ്ഞേക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോ? കൂടുതൽ ഡോക്ടേഴ്സും കൂടുതൽ സ്റ്റാഫുകളും ഒക്കെ സഹായത്തിനൊക്കെ ഉണ്ടെങ്കിൽ, മാത്രമല്ല പുതിയ സപ്ലൈ എക്യുപ്മെന്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് കാഷ്വാലിറ്റീസിനെ എന്താ പറയാ മാറ്റാനൊക്കെ പറ്റും. അതല്ലെങ്കിൽ കാഷ്വാലിറ്റീസിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്ന പേഷ്യൻസിനൊക്കെ മാറ്റാനുള്ള ആ ഒരു അവസ്ഥയൊക്കെ എന്ത് ചെയ്യും, കൂടുതൽ മോശമാകും. നല്ലതാക്കണമെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ വേണം, കൂടുതൽ ഡോക്ടേഴ്സ് വേണം, കൂടുതൽ സ്റ്റാഫുകൾ വേണം, കൂടുതൽ ഉപകരണങ്ങളും മറ്റുമൊക്കെ വേണം. ഓക്കെ, സോ അപ്പൊ നമ്മളുടെ ട്രയേജ് പ്രൊസീജിയർ, നമ്മളുടെ ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്ന സമയത്തുള്ള ട്രയേജ് പ്രോസസ്സാണ് നമ്മളിപ്പോ കണ്ടത്. കാറ്റഗറി 3 തരംതിരിച്ചിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കാറ്റഗറി. ഇഫ് നെസസറി ചില സമയത്ത് ചില എക്സെപ്ഷണൽ കേസസിൽ 4th കാറ്റഗറിയും വരുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്ന ഒരു മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് ആണ്, MCP. അതിന്റെ ഷോർട്ട് ഫോം പഠിച്ചു വെക്കുക, എക്സ്പാൻഡഡ് ഫോമും പഠിച്ചു വെക്കുക. മെഡിക്കൽ കമാൻഡ് പോസ്റ്റ്. ഇത് ഇറ്റ്സ് ദ ഓപ്പറേഷൻ ഓഫ് എ ടോട്ടൽ പ്ലാൻ അറ്റ് ദ ടൈം ഓഫ് ഡിസാസ്റ്റർ. ഈ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് അതിനെ കുറിച്ചുള്ള മൊത്തം പ്ലാനിങ് തയ്യാറാക്കുന്ന ഒരു സിസ്റ്റം. അതിനെയാണ് നമ്മൾ മെഡിക്കൽ കമാൻഡ് പോസ്റ്റ്. അത് ഒരു ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരിക്കണം, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. മെഡിക്കൽ കമാൻഡ് ചെയ്യാനായിട്ട്, അതായത് എന്താ പറയാ, ഡിസാസ്റ്റർ ഒരു പ്രത്യേക ലൊക്കാലിറ്റിയിൽ ഉണ്ടായി എന്ന് വിചാരിക്കാം. അപ്പൊ അത് ഉണ്ടാകുന്ന സമയത്ത് ആ ടോട്ടൽ പ്ലാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിനെ കുറിച്ചുള്ള ഓപ്പറേഷൻസ് ഒക്കെ നടത്തേണ്ട ഒരു സിസ്റ്റം. അതാണ് എന്തെന്ന് വിളിക്കുക, MCP അല്ലെങ്കിൽ മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതിന്റെ ഷോർട്ട് ഫോം അതുപോലെ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. And this MCP, ഈ മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് ആണ്, they have to coordinate and also establish triage. ഈ ട്രയേജിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ മെഡിക്കൽ എന്തൊക്കെ കാര്യങ്ങളാണോ അവിടെ ചെയ്യേണ്ടത്, മെഡിക്കൽ ഓപ്പറേഷൻസ് എന്ത് ചെയ്യണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ പറയാ, എവിടെയൊക്കെയാണ് പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്, അവർക്ക് വേണ്ട ഡ്രസ്സിംഗ് സ്റ്റേഷൻസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരുപാട് മുറിവൊക്കെ ഉണ്ടല്ലോ, ഡ്രസ് ചെയ്യാനുള്ള സൗകര്യം, ആംബുലൻസ് സർവീസ്, പിന്നെ ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അത്, ഇതിനെ കുറിച്ച് ടോട്ടൽ പ്ലാൻ തയ്യാറാക്കേണ്ട ഒരു സിസ്റ്റം. അതിനെയാണ് നമ്മൾ MCP അല്ലെങ്കിൽ മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് എന്ന് വിളിക്കുക. ഇവരാണ് അതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ MCP എന്ന് പറയുന്ന ആ ഒരു വിഭാഗം, അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്തുള്ള മെമ്പേഴ്സ് ഷുഡ് ബി അലേർട്ട്. അവരും ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഓപ്പറേഷൻസ് നടത്താനാണെങ്കിൽ അല്ലെങ്കിൽ ട്രയേജ് നടത്താനാണെങ്കിൽ, അതായത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോഴും ഒരു ട്രയേജ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, മറന്നുപോയോ? ട്രയേജ് ഡിസാസ്റ്ററിലുള്ള സ്ഥലത്ത് വെച്ചിട്ടുള്ള ട്രയേജ് ആണ് നമ്മൾ ഇത്രയും നേരം കണ്ടേ. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോഴും ആരൊക്കെയാണ് ട്രയേജ് നടത്തേണ്ടത്, ആരൊക്കെയാണ്, പിന്നെ ഏത് ഓപ്പറേഷൻ തിയേറ്റർ വേണോ, അല്ലെങ്കിൽ ആംബുലൻസ് ഇനിയും വേണോ, ഇനിയും ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്യാനുണ്ടോ, ഇങ്ങനെയുള്ള ടോട്ടൽ പ്ലാൻ ആണ് ആരും എടുക്കേണ്ടത്, ഈ MCP മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. സോ ദേ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ്. അവരൊരു ലിങ്ക് വഴി എല്ലാവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഹോസ്പിറ്റൽസിലെ എന്താ പറയാ, ഈ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഏതൊക്കെ ഫീൽഡ് അല്ലെങ്കിൽ ഏതൊക്കെ
ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെടണം, അവരൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം, ബന്ധപ്പെടണം. ഓൾസോ ദ റിസോഴ്സസ്, ആ ഹോസ്പിറ്റലിന് ആവശ്യമായ റിസോഴ്സസ് ഒക്കെ ഉണ്ടോ, ഇതൊക്കെ അന്വേഷിച്ച് ഒളിച്ചുപിടിച്ചൊക്കെ വെക്കണം. ഈ ഒരു പോസ്റ്റ് ആണ്, അതാണ് മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യാം. Establishment of a medical command post at the disaster site greatly facilitates the operation of total plan. മൊത്തം പ്ലാനിങ് ആ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സ്ഥലത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് ആണ്. ഓക്കെ, അവരെന്തൊക്കെ ചെയ്യും? MCP കോർഡിനേറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാന്ന് നോക്കിയേ. മെഡിക്കൽ ഓപ്പറേഷൻസ്, എസ്റ്റാബ്ലിഷസ് ട്രയേജ്, ഡിസൈഡ്സ് ഓൺ ദ അപ്രോപ്രിയേറ്റ്നസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ഫീൽഡ് ഡ്രസ്സിംഗ് സ്റ്റേഷൻസ്, പിന്നെ സൈറ്റ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ദ ആംബുലൻസ് ഏരിയ ഒക്കെ എവിടെയൊക്കെ വരണം, എവിടെയൊക്കെ കൊണ്ടുപോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. MCP കോർഡിനേറ്റ്സ് എന്ന് തുടങ്ങി. ഓക്കെ, വായിച്ചു നോക്കിയേ ആ ഒരു പാരഗ്രാഫ്. മെഡിക്കൽ കമാൻഡ് പോസ്റ്റിന്റെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ദ ഫസ്റ്റ് ടാസ്ക് എന്നാണ് കേട്ടത്. ആ ഒരു അടുത്ത പേജിലാണോ എന്ന് അറിയില്ല. ദ ഫസ്റ്റ് ടാസ്ക് ഓഫ് ദ MCP എന്നാണ് ഇവിടെ കിടക്കുന്ന ടാങ്ക് എന്നാണ്. നിങ്ങളുടെ നോക്കിൽ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. അതായത് MCPയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാങ്ക് തന്നെയാണ്. അതൊരു ടാസ്ക് നൽകാം, ടയർ മാറ്റി എസ് ആകാം. MCPയുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിയുമ്പോൾ MCP ഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് ടു ഓവർവ്യൂ ദ സിവിയറിറ്റി ഓഫ് ദ ഡിസാസ്റ്റർ. ആ ഡിസാസ്റ്റർ എത്ര ഗൗരവമുള്ളതാണെന്ന് അവർ കണ്ടെത്തണം. അതോടൊപ്പം തന്നെ അവിടെ എന്തൊക്കെ റിസോഴ്സസ് അവൈലബിൾ ആണെന്ന് അതും കണ്ടെത്തണം. ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് നമ്മുടെ MCPയുടെ ഫസ്റ്റ് ടാസ്ക് എന്നാണ്, ടാങ്ക് എന്നല്ല. ടു ഫൈൻഡ് ഔട്ട് ദ ഓവർവ്യൂ ദ സിവിയറിറ്റി ഓഫ് ദ ഡിസാസ്റ്ററിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്നും അതോടൊപ്പം തന്നെ അതിനെ ഫേസ് ചെയ്യാൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ പേഷ്യൻസിനെയൊക്കെ ഷിഫ്റ്റ് ചെയ്യണം. അതിന് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, വണ്ടിയോ കാറോ ഒക്കെ എവിടെയെങ്കിലൊക്കെ കിട്ടുന്ന പ്രദേശമാണോ അത് നോക്കണം അവര്, അല്ലെ? ആദ്യം തന്നെ ചെയ്യേണ്ടത് ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യില്ല. ആംബുലൻസ് മാത്രം നോക്കിയിരുന്നാ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ആക്സിഡന്റ് നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ആംബുലൻസ് വരട്ടെ എന്ന് പറഞ്ഞ് കൈ ഇങ്ങോട്ട് നോക്കി നിൽക്കുകയാണോ ചെയ്യാം? അല്ലെ? എത്രയും പെട്ടെന്ന് ആളുടെ ജീവനെ രക്ഷിക്കാൻ നമുക്ക് അവൈലബിൾ ആകുന്ന ഏത് വണ്ടിയാണോ ആ വണ്ടി പിടിച്ചിട്ട് ആളെ പെട്ടെന്ന് ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കും, അല്ലെ? അപ്പൊ ഡിസാസ്റ്റർ ഉണ്ടാക്കുമ്പോഴും ആ നിയറസ്റ്റ് പ്ലേസുകളിലൊക്കെ എവിടെയെങ്കിലൊക്കെ വണ്ടിയോ വാങ്ങാൻ എന്തെങ്കിലും അവൈലബിൾ ആണോ അതൊക്കെ നോക്കണം. എല്ലാ റിസോഴ്സസും. ഓക്കെ, ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അടുത്ത പാരഗ്രാഫ് ആണ്. നമ്മൾ ഇനിയിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ വരെ മതിയില്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇതുവരെ നിങ്ങളൊന്ന് നന്നായിട്ട് വായിച്ചു നോക്കാം. എന്താണ് യെസ്, ഈ കൺവിക്ഷന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് നമ്മുടെ ബോധ്യം ഉപയോഗിച്ച് വെച്ചാൽ നമ്മളുടെ ധൈര്യവും ബോധ്യമൊക്കെ ഉപയോഗിച്ചിട്ടാണെന്നാണ് കേട്ടോ. എന്താ പറയാ, അവർക്കാണ് കുറച്ചുകൂടി ധൈര്യമൊക്കെ കിട്ടുള്ളൂ, ആർക്ക് ഫിസിഷ്യൻസിനും സർജൻസിനും. കാരണം അവരാണ് കൂടുതൽ ആളുകളെ ഇതുപോലെയുള്ള വലിയ വലിയ ഇഞ്ചുറീസ് ഒക്കെ ആയിട്ട് വരുന്നവരെ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മളൊക്കെ ചില ആളുകൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ പേടി വരും. അപ്പൊ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല ഏതൊക്കെ ആയിട്ട് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യണമെന്നൊക്കെ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യൻസ് സർജൻസ് ഒക്കെ അവരുടെ ധൈര്യവും അവരുടെ ബോധ്യവും ഒക്കെ വെച്ചിട്ടാണ് അവര് ഓരോ ട്രയേജുകളൊക്കെ നടത്തേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും വരെ വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് വരിക. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, സോ സീ യു. താങ്ക് യു. ബൈ.